ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള സ്റ്റണ്ട് എന്ന് പറയുന്നത് കണ്ണൂർ സ്ക്വാഡിൽ തന്നെയാണ്. വർക്കൗട്ടിന്റെ ഇടയിൽ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുക, ബാഡ്മിന്റൺ കളിക്കുന്നതിന്റെ ഇടയിൽ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുക എന്നൊക്കെ. ഒരാളും അതിനെ ഫോളോ ചെയ്യാൻ പാടില്ല, എന്നെ ഫോളോ ചെയ്യാൻ പാടേയില്ല. നിങ്ങൾ ഓവർ വർക്കൗട്ടുകൾ നമ്മളെ മരണത്തിൽ വരെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ചോദ്യം പ്രശസ്തമാണ്, സ്റ്റിറോയിഡ്സ് എന്നുള്ള യൂസേജ്. ഹായ് ഓൾ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ടെയിൽസ് ആൻഡ് ബിയോണ്ട് ബൈ കോഴിക്കോടൻ ടെയിൽസ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് കോഴിക്കോട് IIM ഫിറ്റ്നസ് കോച്ചും ഫിറ്റ് ആൻഡ് മെഡ് കാലിക്കറ്റ് അക്കാദമി ഡയറക്ടറും മിക്സഡ് മാർഷൽ ആർട്ട് ട്രെയിനറും മലയാള സിനിമാ രംഗത്തെ സ്റ്റണ്ട് ആർട്ടിസ്റ്റുമായിട്ടുള്ള ജെറീഷാണ്. ഹായ് സാർ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. കൂടുതൽ പേർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും MMA അല്ലെങ്കിൽ മിക്സഡ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. എന്താണ് മിക്സഡ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത്? സാധാരണ ട്രെയിനിങ്ങിൽ നിന്നും എന്താണ് ഇതിലുള്ള ഒരു വ്യത്യാസം? മിക്സ്ഡ് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് മാർഷൽ ആർട്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഒരു ഫിറ്റ്നസ് എക്സസൈസ് മെത്തേഡൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു കിക്ക് ബോക്സിങ് കിട്ടുന്നുണ്ടോ? കിക്ക് ബോക്സിങ്, മൊയ്ത്തായി, കുങ്ഫു, ഇതിൻ്റെയൊക്കെ എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ളതായിട്ടാണ്. അതുകൊണ്ടാണ് അതിന് MMA ഫുൾ നെയിമാണ് ഈ മിക്സ്ഡ് മാർഷൽ ആർട്സ്. അതൊരു എക്സസൈസ് മെത്തേഡൊന്നുമല്ല, അതൊരു പ്രൊഫഷണൽ ക്ലോസ് കോണ്ടാക്റ്റ് ഗെയിമാണ്. ഒരു എക്സസൈസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ഇറ്റ്സ് എ പ്രൊഫഷനാണ്. ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ളൊരു മാർഷൽ ആർട്സ് മെത്തേഡും കൂടിയാണ്. ഓക്കെ, ഇതാണ് ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. മാർഷൽ ആർട്സ് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരാളും മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യുന്നത് മറ്റൊരാളെ ആക്രമിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ വേണ്ടിയല്ല വേണ്ടത്. മാർഷൽ ആർട്സ് എന്നുള്ളത് ഒരു കോൺഫിഡൻസ് ആണ്. നമുക്കിതല്ലാത്തൊരു കോൺഫിഡൻസ് തരും. പിന്നെ ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാക്കും. അത് ചില കുട്ടികൾ ഈ ടീനേജ് ഏജിലൊക്കെ ഇത് തുടങ്ങുന്ന ടൈമിൽ, ഇപ്പോൾ ഞാനൊക്കെ ട്രെയിൻ ചെയ്യുന്ന ടൈമിൽ ഈ കുട്ടികൾക്ക് തോന്നുന്നത് വെച്ചാൽ മാർഷൽ ആർട്സ് പഠിച്ചു കഴിയുമ്പോൾ ആദ്യമൊക്കെ പിള്ളേർക്ക് ഒരു മസിൽ പിടുത്തം ഉണ്ടാവും. റോട്ടിലൂടെ നടക്കുമ്പോൾ, പബ്ലിക്കിൻ്റെ ഇടയിൽ കാണുമ്പോൾ, പബ്ലിക്കിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഒക്കെ ഒരു മസിൽ പിടുത്തം വരും. പിന്നീട് ഇത് മാർഷൽ ആർട്സ് ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ്, ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഫസ്റ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ചൈൽഡ്ഹുഡ് മുതൽ ഷാവോലിൻ കുംഫു ആണ്. ഷാവോലിൻ കുംഫു പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇതേ പ്രായത്തിൽ എനിക്കും തോന്നിയിട്ടുള്ള ഫീലുകളുണ്ട്. അത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ അതിലൊരു ബ്ലാക്ക് ബെൽറ്റ് പല സ്ഥലങ്ങളിലായിട്ടാണ് ഞാനത് പഠിച്ചേക്കുന്നത്. എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ, ജനിച്ച നാട് മുതൽ, പിന്നീട് എൻ്റെ പഠനം മുന്നോട്ട് പോകുമ്പോൾ അതാത് നാടുകളിലെല്ലാം ഈ മാർഷൽ ആർട്ട് ട്രെയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ഷാവോലിൻ കുംഫുലാണ്. അതൊരു ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് തോന്നും ഇതൊരു ആർട്ട്, ആ ആർട്ട് നമ്മൾ അപ്പോഴേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതിന് സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു പക്ഷേ ആ ടീനേജ് ഏജിലേക്ക് എല്ലാവരും തുടങ്ങുന്ന സാധാരണക്കാർക്കും തുടങ്ങാം കേട്ടോ. ടീനേജ് ഏജിൽ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇതെന്തോ ഒരു ഗുണ്ടായുസത്തിന് ഉപയോഗിക്കാനുള്ള സാധനമൊക്കെ തോന്നുന്നത്. പിന്നെ അത് മാറും. അതങ്ങ് ഫുള്ളായിട്ട് പഠിച്ച് കയ്യിലാവുമ്പോൾ പിന്നീട് മറ്റൊരാളെ ആക്രമിക്കുന്നതിനപ്പുറത്തേക്ക് അതൊരു സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യും. അത് എല്ലാ മാർഷൽ ആർട്സും, ഒരു മാർഷൽ ആർട്സിനെ മറ്റൊന്നിൽ ഇതാണ് ഇതിലേറെ ബെറ്റർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. എല്ലാ മാർഷൽ ആർട്സും, ഇപ്പോൾ കിക്ക് ബോക്സിങ് മറ്റൊന്നാണ്. ഞാൻ ബ്ലാക്ക്, അതിൽ 3rd and ബ്ലാക്ക് ബെൽറ്റാണ് കിക്ക് ബോക്സിങ്ങിൽ. കിക്ക് ബോക്സിങ് ആണെങ്കിലും കുങ്ഫു ആണെങ്കിലും, കിക്ക് ബോക്സിങ്ങിൽ 3rd and ബ്ലാക്ക് ബെൽറ്റ് എടുത്തു കഴിഞ്ഞു. അതിന് മുന്നേ ഷാവോലിൻ കുങ്ഫു ബ്ലാക്ക് ബെൽറ്റ് എടുത്തപ്പോൾ ഇത് രണ്ടും പഠിച്ചു കഴിയുമ്പോൾ ഏകദേശം എല്ലാ മാർഷൽ ആർട്സിൻ്റെയും ബേസിക് എല്ലാം ഒന്ന് തന്നെയാണ്. ടെക്നിക്സുകളും അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സുകളും അതിൻ്റെ ഒരു സ്കില്ലുകളും കുറച്ച് ഡിഫറൻസ് ആയിരിക്കുന്നു മാത്രം. ചെയ്യണം ഏതൊരു വ്യക്തിയും ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ്, എനി മാർഷൽ ആർട്സ് ഏതൊരാൾ, നിങ്ങളടക്കമുള്ള ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ചിട്ടയായ ഒരു ലൈഫ് സ്റ്റൈൽ അത് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. സാർ ഒരു ഫിറ്റ്നസ് അക്കാദമി നടത്തുന്ന ഒരാളാണല്ലോ. സോ ജിമ്മിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് തോന്നിയിട്ടുണ്ടോ? ജിമ്മിനകത്ത് സാധാരണ ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞ് ഇവരെ മനസ്സിലാക്കാം. ചില ആളുകൾ അനുസരിക്കുന്ന ആളുകൾ, ചില അനുസരിക്കാത്ത ആളുകളുണ്ട്. സോഷ്യൽ മീഡിയയിലും മറ്റും കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് ആ മെത്തേഡിനെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരാൾ പ്രോപ്പറായിട്ടുള്ള വാമപ്പ് ഇല്ലാണ്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യാൻ പാടില്ല. പ്രോപ്പർ വാമപ്പ് മീൻസ് ഒറ്റ കാര്യമുള്ളത്, ഓരോരോ ഫിസിക്കൽ ആക്ടിവിറ്റിക്കും വാമപ്പ് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഏത് എക്സസൈസ് മെത്തേഡാണോ അതിന് അനുസരിച്ചിട്ടുള്ള വാമപ്പിന് ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്പെസിഫിക് എക്സസൈസ് ആണെങ്കിൽ പോലും അതിനും വാമപ്പിന് ഡിഫറൻസ് ഉണ്ട്. ഞാൻ എത്ര മിനിറ്റ് വാമപ്പ് ചെയ്യണം എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ആ ഒരാൾക്ക്, ആ ഒരു വ്യക്തിനെ ഫേസ് ടു ഫേസ് കാണാണ്ടോ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടോ അയാൾ ചെയ്യേണ്ട വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് എന്താണെന്ന് അറിയാണ്ട് ഒരു ട്രെയിനർക്കും അത് പറഞ്ഞിടാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയ ചാനലിൽ നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാം, എല്ലാ ആളുകളും 7 മിനിറ്റ് വാമപ്പ് ചെയ്യണം, ഇന്ന എക്സസൈസുകൾ ചെയ്യണം, ഇതൊക്കെയാണ് വാമപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതങ്ങനെ ശരിയായിക്കോണമെന്നില്ല. ഓരോരോ വ്യക്തിക്കും അയാൾ ചൂസ് ചെയ്യുന്ന ഫിസിക്കൽ എക്സസൈസിന്, ജിമ്മിലാണെങ്കിൽ ജിമ്മിൽ, ഗ്രൗണ്ടിലാണെങ്കിൽ ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്സിൻ്റെ ഒരു റിങ്ങിനകത്താണെങ്കിൽ റിങ്ങിൽ, ഇങ്ങനെ ഏത് ആക്ടിവിറ്റി ആണോ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ വാമപ്പ് വ്യത്യാസപ്പെട്ട് കിടക്കും. ആൾക്കും ആ ട്രെയിനർക്കും ഇത് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും പബ്ലിക്കിനോട് പറയാനുള്ളത് സോഷ്യൽ മീഡിയ ചാനലിൽ കാണുന്ന ഇന്ന എക്സസൈസ് ചെയ്താൽ മതി നിങ്ങൾക്ക് വാമപ്പായി എന്ന് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ അതിനകത്ത് ആ വാമപ്പ് എക്സസൈസ് അല്ല നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒരു വാമപ്പിൽ ഉണ്ടാവേണ്ടത് സ്ലൈറ്റ് ആയിട്ടുള്ള കാർഡിയാക് ആക്ടിവേഷൻ, ആദ്യം അതുണ്ടാവണം. പിന്നെ അതിൻ്റെ കൂടെ ഡൈനാമിക് സ്ട്രെച്ച് എന്ന് പറയും. ഇത് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടുള്ള സ്ട്രെച്ചിങ് മെത്തേഡുകൾ. അത് നമുക്കൊരുപാട് ജോയിൻറ്റിന് മൊബിലിറ്റി ഉണ്ടാക്കും, മസിൽസിൻ്റെ സ്ലൈറ്റ് ആക്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യും. പിന്നെ അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആംഗിൾ മൂവ്മെൻറ്റ്സുകൾ. നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റിക്ക് അടിസ്ഥാനത്തിൽ ഓരോരോ ജോയിൻറ്റിനെയും പ്രിപ്പയർ ആക്കണം. സോ കാർഡിയാക് ആക്ടിവിറ്റി സ്ലൈറ്റ് ആയിട്ട് കാർഡിയാക് മീൻസ് ഹാർട്ട് ആൻഡ് ലങ്സ്, അത് ആക്റ്റീവ് ആയിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ മസിൽസുകളെ സ്ട്രെച്ച് ചെയ്യണം. ആ സ്ട്രെച്ചിങ് ഡൈനാമിക് സ്ട്രെച്ച് ആയിരിക്കണം. അതിൻ്റെ കൂടെ ആംഗിൾ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഫില്ലതിന് ശേഷം മാത്രം ഇത് എത്രത്തോളം നേരം ചെയ്യണം, ഏതൊക്കെ എക്സസൈസ് സെലക്ട് ചെയ്യണം എന്നുള്ളത് ആ മെമ്പർ, ആ വർക്കൗട്ട് ചെയ്യുന്ന ആ ആൾ, ജിമ്മിൽ നിൽക്കുന്ന ട്രെയിനറും ആ ക്ലയൻറ്റിനും മാത്രമേ തീരുമാനിച്ചെത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്കോ ഇവിടെ ഇരുന്നിട്ട് ജനങ്ങളോട് നിങ്ങൾ ഇങ്ങനെ വാമപ്പ് ചെയ്തോളൂ, ഇതൊക്കെയാണ് വാമപ്പ് എക്സസൈസ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയല്ല. ഇപ്പോൾ നമ്മൾ പൊതുവെ വ്യായാമം ചെയ്യുന്നുണ്ട്, പക്ഷെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിയ പോലെയാണ് കഴിക്കുന്നത് എന്നുള്ളൊരു സാധനം വരുന്ന സമയത്ത് ആ വ്യായാമം ചെയ്യുന്നത് വെറുതെ ആയിപ്പോലെ. തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിൽ നിങ്ങൾ റിസൾട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ റിസൾട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 75% നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ്. ബോത്ത് വെയിറ്റ് ലോസ് ആണെങ്കിലും ഫാറ്റ് ലോസ് ആണെങ്കിലും ശരി, മസിൽ ഗെയിൻ ആണെങ്കിലും ശരി, അതിൻ്റെ 75% കിടക്കുന്നതെല്ലാം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്താണ്. ഇനി ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ഭക്ഷണം ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ്. ഇപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ എല്ലാ ആളുകളും വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടോ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടോ മാത്രം വരുന്നതല്ല. ഇപ്പോൾ പുറത്തു നിന്നുള്ളൊരു പ്രൊഫഷണൽ അത്ലറ്റോ ഒരു ഫൈറ്റേഴ്സോ ഫുട്ബോൾ പ്ലെയേഴ്സോ ഇത്തരത്തിൽ ഗെയിമിൽ നിന്നുള്ള ആളുകൾ വരുമ്പോൾ അവർക്കുള്ള ഭക്ഷണം ഡിഫറെൻ്റ് ആണ്. സാധാരണ ഒരു 40-ാമത്തെ വയസ്സിൽ എക്സസൈസ് തുടങ്ങാൻ പോകുന്ന ഒരാൾ ജിമ്മിലേക്ക് വന്ന് വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കുള്ള ഭക്ഷണം ഡിഫറെൻ്റ് ആണ്. ഇനി ഒരേ ഏജിലുള്ള ഒരേ ബോഡിയുടെ ഫിസിക്കലുള്ള ഒരാൾ സെയിം നീഡായിട്ട് നമ്മൾ ജിമ്മിനകത്തേക്ക് വരികയാണെങ്കിൽ തന്നെ ആ രണ്ടാളുടെ ഭക്ഷണ രീതിയും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം പുറത്തേക്ക് കാണുന്ന ഫിസിക്കല്ല, ഉള്ളിലുള്ള ആളുടെ മെറ്റാബോളിക് റേറ്റ്. നമ്മളിപ്പോൾ ഈ കണ്ണ്, മൂക്ക്, വാഴ ഇതുകൊണ്ട് ഓരോരോ മനുഷ്യനെയും ഭൂമിയിലുള്ളത് വ്യത്യസ്ത സ്ട്രക്ചറിലല്ലേ വരുന്നത്. ഇതേപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ഡൈജസ്റ്റീവ് എൻസൈംസിന്, ഡൈജസ്റ്റീവ് വ്യവസ്ഥയ്ക്ക് ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ എനിക്കും ഇപ്പോൾ ക്യാമറ എടുക്കുന്ന ഹഷിം എന്ന ആക്കും ഭക്ഷണം ദഹിക്കുന്നത്, ഒരേ ഭക്ഷണം ദഹനം നടക്കുന്നതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കൊരാളെ എങ്ങനെയാണ് ഒരു ഭക്ഷണത്തിന് പ്രതികരിക്കുന്നത് എന്ന് ആ ശരീരം മനസ്സിലാക്കണമെങ്കിൽ തന്നെ ആ ട്രെയിനർക്ക് ഏകദേശം ഒരു മാസത്തോളമൊക്കെ മിനിമം ടൈം വേണം. ഒറ്റയടിക്ക് ഇരുന്നിട്ട് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ഒരു സോഷ്യൽ മീഡിയ ഇടുന്നതും ഒരാൾ പ്രാക്ടിക്കലി അതിന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന വ്യത്യാസം ഉണ്ടാവും. നമ്മളത് ഇന്ന ഭക്ഷണം കഴിക്കണം, ഇതിൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇയാൾക്കും ഒരേ ഫുഡ്, ആ ജിമ്മിൽ വരുന്ന എല്ലാ ആളുകൾക്കും ഒരേ ഡയറ്റ്, ഇങ്ങനെ പറ്റില്ല. പെർ ഇൻഡിവിജ്വൽ ആണ്, എക്സസൈസ് ഇൻഡിവിജ്വൽ ആണ്. അതിന് കിടക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തരെയും ബേസ്ഡ് ഓഫ് നിങ്ങളുടെ ഗോൾ അടിസ്ഥാനത്തിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ള നിലയിൽ സാറിൻ്റെ ഒരു ഡേ എങ്ങനെയായിരിക്കും? ഒരു ജെറീഷ് എന്ന വ്യക്തിയുടെ ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ളത് വേറൊരു കാറ്റഗറിയാണ്, ഒരു ഹസ്ബൻഡ് എന്നുള്ളത് വേറെ കാറ്റഗറിയാണ്, ഒരു ഡാഡി എന്നുള്ളത് അത് വേറൊരു കാറ്റഗറിയാണ്. സോ അതിനകത്ത് നിങ്ങൾ ചോദിച്ചേക്കുന്നത് ഫിറ്റ്നസ് ട്രെയിനർ എന്നതാണ്. ജെറീഷ് എന്ന വ്യക്തിയുടെ ഫിറ്റ്നസ് ട്രെയിനർ എന്ന് ചോദിച്ചേക്കുന്നത്. ജെറീഷ് എന്ന വ്യക്തിയുടെ ഫിറ്റ്നസ് എന്നുള്ളത് 100% സക്സസ് ആണ്. അതിനകത്ത് 100% സക്സസ് ആയിട്ടുള്ള ഒരാളാണ്. അത്യാവശ്യം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ മേഖലയിൽ. സോ എന്നെ വെച്ചിട്ട് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഒരാളും എന്നെ മാതൃകയാക്കാൻ പാടില്ല. എൻ്റെ റൊട്ടൈൻ ലൈഫ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് ഇപ്പോൾ ക്യാമറ എടുക്കുന്ന നിങ്ങൾ അഷിമായാലും ശരി, നിങ്ങളാണെങ്കിലും ശരി, അത് നിങ്ങളൊരിക്കലും ഇപ്പോൾ ഞാനൊരു വീഡിയോ, എൻ്റെ വർക്കൗട്ട് വീഡിയോ എൻ്റെ സോഷ്യൽ മീഡിയ ഇട്ടത് കണ്ടിട്ട് ഒരാളും അതിനെ ഫോളോ ചെയ്യാൻ പാടില്ല. എന്നെ ഫോളോ ചെയ്യാൻ പാടേയില്ല നിങ്ങൾ. കാരണം ഞാൻ തുടങ്ങിയിരിക്കുന്നത് എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരൊറ്റ ചിന്തയിൽ മാത്രം വല്ലാണ്ട് ഫോക്കസ് ചെയ്ത് എങ്ങനെ ജീവിതം ഏകദേശം ഇത്ര ഏജ് ആയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ആ ഒരു ചെറിയ പ്രായം മുതൽ ഈ ഏജ് വരെ ഞാൻ വന്നേക്കുന്ന വഴിയെല്ലാം ഇത് തന്നെയാണ്.
ഇത് എപ്പോൾ തുടങ്ങി, ഞാൻ എന്നാ ജിമ്മിൽ പോയി തുടങ്ങിയതെന്നോ, ഞാൻ എന്നാണ് ഫിസിക്കലി ഒരു എക്സസൈസ് തുടങ്ങിയതെന്നോ എനിക്ക് പോലും പറയാൻ പറ്റില്ല. അത് ഈ മേഖലയിൽ ഒരു പ്രൊഫഷണൽ കരിയർക്ക് എത്തിക്കുന്ന ഒരുവിധം ആളുകളൊക്കെ വല്ലാണ്ട് ഈ മേഖലയെ ഇഷ്ടപ്പെട്ട് സ്പോർട്സിൽ നിന്ന് വന്ന് എത്തിയതായിരിക്കും. ഇനി ഞങ്ങൾ ഒരു ദൈനംദിന ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ഇതൊന്ന് പറഞ്ഞേക്കാം, അത് കേട്ടിട്ട് പ്രത്യേകിച്ച് ജനറൽ പബ്ലിക്കിന് ഉപകാരം ഉണ്ടായിക്കോണമെന്നില്ല, ഫോളോ ചെയ്യാൻ പാടില്ല. എന്നാലും അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എത്താനുള്ള ശ്രമം ഉണ്ടാവുക, അതിനൊരു ഗ്രാജുവൽ പ്രോഗ്രഷൻ ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും മഴയാണെങ്കിലും ഇടിയാണെങ്കിലും വെയിലാണെങ്കിലും എൻ്റെ ഈ ജോലിയുടെ അടിസ്ഥാനത്തിൽ പുലർച്ചെ 5 മണിക്ക് എണീക്കണം. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഈ ജോലിയുടെ ഈ പ്രൊഫഷൻ്റെ ഒരു ഭാഗമാണ്. ഫിറ്റ്നസ് എന്ന ജെറീഷ് എന്ന എൻ്റെ ജോലിയുടെ ഒരു ഭാഗമാണത്. അത് എണീറ്റ് കഴിഞ്ഞാൽ വെള്ളം കുടിച്ചിട്ട് നേരെ കാലി വയറ്റിൽ തന്നെയാണ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. ആദ്യം പോകുന്നത് എൻ്റെ ക്യാമ്പസിലേക്കാണ്, IIM എന്നതിൻ്റെ ക്യാമ്പസിലേക്കാണ്. ആ ക്യാമ്പസിൽ പോകുന്നു, അവിടെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നു. അത് ഏകദേശം ഒരു 10 മണിയോ ഒരു 9 മണിക്ക് തീർന്നു കഴിഞ്ഞാൽ 10 മണി വരെ എൻ്റെ എക്സസൈസ് ചെയ്യും. 1 മണിക്കൂർ എൻ്റെ എക്സസൈസ് ചെയ്യും. ആ എക്സസൈസ് ആൾമോസ്റ്റ് സ്ട്രെങ്തനിങ് ആയിരിക്കും അവിടെ പിടിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കേഷൻ ക്യാമ്പസിലേക്ക് എത്തും. അവിടെയുള്ള കുട്ടികൾക്ക് ഏകദേശം ഒരു 2 മണി 2:15 വരെ അവിടെ ക്ലാസ് എടുക്കും. അതിനുശേഷം 2 മണി മുതൽ 3 മണി വരെ എൻ്റെ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമാണ്. ആ നേരം അത് പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം 3-3:30 ആകുമ്പം എൻ്റെ അടുത്ത ഭക്ഷണം കഴിയും. ആ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങി എണീക്കുന്നത് 4:30 ആയിരിക്കും. 4:30 അലാറം വെച്ച് എണീക്കും. 4:30 അലാറം വെച്ച് കഴിഞ്ഞാൽ അടുത്തത് എൻ്റെ ക്യാമ്പസിലേക്ക് ഞാൻ പോകും. ആ ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഏകദേശം രാത്രി 10:30 വരെ പോകും. അതിൽ ഏകദേശം 9 മണി 9:30 ആകുമ്പം എൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. 9:30 തുടങ്ങി 10:30 1 മണിക്കൂർ അവിടെ നടക്കും എൻ്റെ ട്രെയിനിങ്. അത് മിക്കവാറും മൊബിലിറ്റി എക്സസൈസും ഈ സ്ട്രെങ്തനിങ് കൂടെ മിക്സ് ചെയ്തിട്ടൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഈ പറയുന്ന MMA കോംബോ ട്രെയിനിങ്ങുകളൊക്കെ ആയിരിക്കും അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് 10:30 വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫാമിലിയുടെ കൂടെ ടൈം ഏകദേശം ഒരു 11:30-12 ഫാമിലിയുടെ ടൈം. നമ്മുടെ ഫിറ്റ്നസിൻ്റെ ഹെൽത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് നമുക്ക് ഫാമിലി ഉണ്ടാവുക, അതിനെ സംസാരിക്കാൻ ആളുണ്ടാവുക, നമുക്കുള്ള ക്ഷീണം പറയാൻ, ഇപ്പം ജോലി ചെയ്ത് ക്ഷീണിച്ചെന്ന് പറയാനായിട്ട് ആളുണ്ടാവുക. ഇതൊക്കെ നമുക്ക് വേണം, നമുക്ക് ബന്ധങ്ങൾ ഒരുപാട് വേണം. അതിൻ്റെ ഇടയിലൊക്കെ ടൈം വളരെ ടൈം ടേബിൾ ഇട്ടുള്ള ലൈഫാണ്. കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് കലോറിയൊക്കെ നമുക്ക് ഏകദേശം കണക്കുണ്ടാവും. കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നുള്ളതും കുടിക്കുന്ന വെള്ളം, ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടെ എനിക്കൊരു എന്തെങ്കിലും ഒരു കുപ്പിയിൽ നിൽക്കുന്ന ഒരു 7-Up പെപ്സി തന്നു കഴിഞ്ഞാൽ പോലും ഞാനിതൊന്നും ഉപയോഗിക്കില്ല. ഇത് ഞാനൊരു കുപ്പി ഇവിടെ വന്നപ്പോൾ തന്നെ വെള്ളം വേണം നിങ്ങൾ പറഞ്ഞേക്കുന്നത്, എൻ്റെ കുപ്പിയിലേക്ക് വെള്ളം വേണം, പച്ചവെള്ളം വേണം. ഇതാണ് എൻ്റെ രീതി. ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ ഒരു റൊട്ടൈൻ ലൈഫ് ഒരാൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനൊക്കെ ഒരു വർഷങ്ങളുടെ ഒരു ഗ്രാജുവൽ പ്രോഗ്രഷൻ ഉണ്ട്. പിന്നെ ഈ മേഖലയിലേക്ക് വരുന്ന ആളുകളെ കൊണ്ട് ഞാൻ പറയുന്നത്, ജോലിയിൽ വല്ലാണ്ട് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ജോലി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടും ഒരുപാട് എൻ്റെ എൻ്റർടൈൻമെൻറ്റ്, എൻ്റെ പാഷൻ, എൻ്റെ എല്ലാം ഈ ജോലിയാണ്. ഈ കാര്യം നിങ്ങളോട് സംസാരിക്കുന്ന നടത്താൻ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ജോബ്. അപ്പം ഇതെല്ലാം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഫിറ്റ്നസ് ട്രെയിനർ എന്ന ഒരു ജെറീഷിനെ സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ബാക്കിയുള്ള ഭാഗങ്ങൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ഓഡിയൻസിന് ചിലപ്പോൾ ആർക്കെങ്കിലും ഫിറ്റ്നസ് ട്രെയിനർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർ ഇതിലേക്ക് കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതായത് അവർ ചൂസ് ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അവർ തുടങ്ങേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഫിറ്റ്നസിൻ്റെ ഒരു കരിയർ ഇപ്പോൾ എല്ലാം ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ നടത്തുന്ന ഒരു ഫിറ്റ്നസ് അക്കാഡമി നടത്തുന്ന ആളാണ്. അതൊരു ബിസിനസ് സ്ഥാപനമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഈ ഫിറ്റ്നസ് മേഖലയിലെ സർട്ടിഫിക്കേഷൻസ് ഓരോ രാജ്യത്തും ഇതിൻ്റെ സർട്ടിഫിക്കേഷന് പ്രയോറിറ്റിക്ക് ഡിഫറൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു അക്കാഡമിയിൽ, ഫിറ്റ്നസ് അക്കാഡമിയിൽ ഒരു അവിടെയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം കൂടെ അവരെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം കൂടെ വാരി വലിച്ചെടുക്കുകയല്ല വേണ്ടത്. ആ സ്റ്റുഡൻറ്റിന് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രം എടുക്കാൻ നോക്കുക. ഇപ്പം ഞാനാണെങ്കിലും അവിടെ നിൽക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മാക്സിമം എല്ലാ പിള്ളേരെ കൊണ്ട് എടുപ്പിക്കാനാണ് പ്രവണത ഉണ്ടാവുക. പക്ഷേ മറ്റുള്ള വരുമാനം ഉള്ളത് കൊണ്ട് മേ ബി അതുകൊണ്ടായിരിക്കാം ഞാൻ അവിടെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ സ്റ്റുഡൻസിനോട് എടുപ്പിക്കാറുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ മേഖലയ്ക്ക് വരുമ്പോൾ നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി ഈ മേഖലയിലുണ്ട് എന്ന് കരുതിയിട്ട് ഈ മേഖലയ്ക്ക് ആരും ഒരു അക്കാഡമി പോയിട്ട് നിങ്ങളെ ഫീസ് അടച്ചിട്ട് ഒരു കോഴ്സ് ചെയ്യരുത്. ഇനി ഫ്രീ ആണെങ്കിൽ പോലും നിങ്ങളത് പഠിക്കാൻ പോകരുത്. ഈ മേഖലയ്ക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത്, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഈ മേഖല കൊണ്ട് ഇഷ്ടമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുന്നത് ഇഷ്ടമാണ് എന്ന് കരുതിയിട്ട് ചില കുട്ടികൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇപ്പോൾ കുറച്ച് മുന്നൊക്കെ ഞാൻ എല്ലാ പിള്ളേർക്കും എൻ്റെ അക്കാഡമിയിൽ അഡ്മിഷൻ കൊടുത്തായിരുന്നു. ഇപ്പം ഞാൻ ആ പരിപാടി നിർത്തി. പറഞ്ഞത് ഈ മേഖല കൊണ്ട് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്, എനിക്ക് എക്സസൈസ് ചെയ്യുന്നത് ഇഷ്ടമാണ് കരുതിയിട്ട് ഈ മേഖലയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. കാരണം ഈ മേഖലയ്ക്ക് ജോലിക്ക് വരുമ്പോൾ 8 മണിക്കൂർ 9 മണിക്കൂർ ഈ മേഖലയിലും ജോലിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല. നിങ്ങൾക്ക് വേണ്ടത് ഈ മേഖലയ്ക്ക് ജോലി കയറാനായിട്ട് വരുമ്പോൾ
ഒരാളെ ട്രെയിൻ ചെയ്ത് അയാളുടെ ഫിസിക്ക് മാറുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവാനുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് വേണം. മറ്റൊരാളുടെ ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്ക് സന്തോഷം വരാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. മറ്റുള്ളവൻ്റെ ഗ്രോത്ത് കാണുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് വരണം. ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലയ്ക്ക് വരാവുന്നതാണ്. അതേപോലെ തന്നെ എത്ര ടയർഡായാലും ഈ എക്സസൈസ് എന്നുള്ള സാധനത്തിന്, എക്സസൈസ് എന്നുള്ള ആ ഒരു മെത്തേഡിനെ വല്ലാണ്ട് ഇഷ്ടപ്പെടുകയും വേണം. എന്നാലും ഈ ഒരു ഫിസിക്കും ഉണ്ടാവണം. ഒരു ആൾമോസ്റ്റ് ഒരു ഫിസിക്ക് ഇല്ലാതെ, ഒരു ഫിസിക്ക് സ്ട്രക്ചർ അല്ല, സ്ട്രക്ചർ ഈസ് നോട്ട് യുവർ ഹെൽത്ത്. അതിന് ആ ബോഡിയുടെ പെർഫോമൻസ് എല്ലാം ഏറെക്കുറെ ഓക്കെ ആവാനും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരാൾ കൂടെ ആയിരിക്കണം ഈ മേഖലയ്ക്ക് കടന്നു വരേണ്ടത്. ഇന്നിപ്പോൾ എല്ലാവരും ജിമ്മിലൊക്കെ പോകുന്നത് ചിലർക്കൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ്, ചിലർക്ക് അതിന് സമയമില്ല എന്ന് പറയും, ചിലർക്ക് അതിനൊരു മോട്ടിവേഷൻ ഇല്ല എന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഒന്ന്, സമയമില്ല അല്ലേ, രണ്ടാമത് മോട്ടിവേഷൻ ഇല്ല, ഇതല്ല ആൾക്കാർ പറയുന്നത്. ജനറലി നമ്മളൊക്കെ കേൾക്കുന്നതാ. ഇപ്പോൾ സമയമില്ല എന്ന് പറയുന്നത്, ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ജോലിയുണ്ട്. ഇതേ ഭർത്താവും ഭാര്യയും ഇതേപോലെ തന്നെ കുട്ടികളുമുള്ള ഒരേ ഡെസിഗ്നേഷനിൽ ജോലി ചെയ്യുന്ന രണ്ടാളുകൾ എൻ്റെ അടുത്ത്, 2-4 ആളുകൾക്ക് വരും. അപ്പോൾ എന്താ ജോലി? അയാൾക്ക് ഒരേ ജോലിയായിരിക്കും, ഇയാൾക്കും ഫാമിലി ഉണ്ടാവും, ഇയാൾക്കും ഫാമിലി ഉണ്ടാവും. ചില ആളുകൾ എന്നോട് സമയത്തെക്കുറിച്ച് ഒന്നും പറയാറില്ല, സമയമില്ലാന്ന് പറയാത്ത ആളുകളുണ്ട്. ഇനി എന്നും വന്നിട്ട് ഇന്ന് സമയമില്ല കേട്ടോ, ഞാൻ വരൂല കേട്ടോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്നോടൊക്കെ ട്രെയിനിങ് സ്ഥലത്ത്. സമയം എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ്. ഞാൻ അതിനകത്തുനിന്ന് സമയമില്ല എന്ന് പറയുമ്പോൾ ഇനി എൻ്റെ വോയിസ് കേൾക്കുന്ന എൻ്റെ ക്ലയൻസ് ആണെങ്കിൽ പോലും ഞാനതിനെ ഉൾക്കൊള്ളുന്നത്, ഞാനതിനെ ഒരു വിഷമത്തോട് കൂടിയാൽ മാത്രമേ കാണൂ. സമയം എന്നുള്ളത് പ്രയോറിറ്റിയാണ്. ഒരേ ഡെസിഗ്നേഷനിൽ ഒരേ ഫാമിലി ഇതൊക്കെയുള്ള ആളുകൾ സമയമില്ല എന്ന് പറയാത്ത ആളുകളുണ്ട്. അത് പ്രയോറിറ്റിയാണ്. നമ്മൾ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് എന്ന അടിസ്ഥാനത്തിലുണ്ടാവും സമയത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മോട്ടിവേഷൻ അല്ലേ, മോട്ടിവേഷൻ എന്നുള്ളത് ഇപ്പോൾ ഒരു ഫിറ്റ്നസ് ജിമ്മിൽ തന്നു കഴിഞ്ഞാൽ അവിടെ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അക്കാഡമിയിൽ ഇറങ്ങിയ സുഹൃത്തുക്കൾ നമ്മൾ പഠിപ്പിച്ച് വിടുന്നതുണ്ട്. ഓരോ എക്സസൈസിനും ഓരോ ലെവൽ ഓഫ് മോട്ടിവേഷനാണ് നമ്മൾ ഈ ക്ലയൻസിന് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഹൈ ഇൻറ്റൻസിറ്റി മീൻസ് ഒരുപാട് ഇൻറ്റൻസിറ്റി കൂടിയ എക്സസൈസുകളൊക്കെ ആണെങ്കിൽ, ആ എക്സസൈസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് റിക്വയർ എക്സ്ട്രീം ലെവൽ ഓഫ് മോട്ടിവേഷൻ എന്ന് പറയാം. നോട്ട് മോട്ടിവേഷൻ വേണമെന്ന് പറയാം, ഇറ്റ് റിക്വയർ എക്സ്ട്രീം ലെവൽ ഓഫ് മോട്ടിവേഷൻ. അതിൻ്റെ ഇൻറ്റൻസിറ്റി വരെ കൊടുക്കും നമ്മൾ. മാക്സിമം അവരെ എങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യും. ഇനി അടുത്തതുള്ളത് മോട്ടിവേഷൻ ഒരു 2 ദിവസത്തെ ലൈഫൊക്കെ ഉണ്ടാവും ഒരാളുടെ. നമ്മൾ കൊടുക്കുന്ന അത് തീർച്ചയായിട്ടും എന്ത് കാര്യങ്ങൾക്കും മോട്ടിവേഷൻ 2 ദിവസത്തെ ആയുസൊക്കെ ഉള്ളൂ. ശരിക്ക് വേണ്ടത് ഡിസിപ്ലിനാണ് വേണ്ടത്, അതുണ്ടാക്കി കൊണ്ടുവരാനാണ് വേണ്ടത്. ഡിസിപ്ലിൻ അല്ലാണ്ട് ഇപ്പോൾ ഞാനൊരു മോട്ടിവേഷൻ നിങ്ങളോട് പറഞ്ഞു തരുത്തിരുന്നു, 2 ദിവസം നിങ്ങൾ എൻ്റെ അടുത്ത് വരും, 3-ാം ദിവസം നിങ്ങൾ പിന്തിരിഞ്ഞു പോകും. അതല്ല എൻ്റെ രീതി. എക്സാക്ട്ലി അല്ലേ, അതാണ് എൻ്റെ രീതി. നമുക്ക് വേണ്ടത് ലൈഫിൽ ഡിസിപ്ലിനാണ്. എപ്പം ഉറങ്ങി എണീക്കണം, എപ്പം കിടക്കണം, എത്ര ആളുകളെ കൊണ്ട് നമ്മൾ മിങ്കിൾ ചെയ്യണം, ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇയാളെ കൊണ്ട് എത്ര നേരം സംസാരിക്കണം, ഇതിനൊക്കെ ഒരു ഡിസിപ്ലിൻ നമുക്ക് എല്ലായ്പ്പോഴും. അതാണ് ഡിസിപ്ലിനാണ്, മോട്ടിവേഷൻ അല്ല പ്രധാനമുള്ളത്, ഡിസിപ്ലിനാണ് വേണ്ടത് ലൈഫിൽ. സാറിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഫിറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഫിറ്റ് പേഴ്സൺ, ഹെൽത്തി പേഴ്സൺ അല്ലേ. സാധാരണ ഒരാളെ ഇപ്പോൾ ന്യൂജൻ നമ്മുടെ കൂട്ടുകാരൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഫിസിക്ക് വെച്ചിട്ടാണ് ഹെൽത്ത് നോക്കുക. 6-pack ബോഡിയും നല്ല മസ്കുലറൊക്കെ, അതൊക്കെ ആരോഗ്യമാണെന്ന് കരുതുന്ന ആളുകളുണ്ട്. സോ ഹെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞാൽ മെൻ്റലി, ഫിസിക്കലി, സോഷ്യലി വെൽബീയിങ്, ഇതിനെ നമ്മളൊരു ഹെൽത്തി പേഴ്സൺ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അത് ജിമ്മിൽ പോയിട്ട് 6-pack ഉണ്ടാക്കിയാലൊന്നും കിട്ടുന്നതല്ല. അത് ഇപ്പോൾ ജിമ്മിനകത്ത് മാത്രം കിട്ടുന്ന ഒരു വല്ലാത്തൊരു ഫീലുണ്ട്. ഈ പറഞ്ഞതെല്ലാം കൂടെ ഒരു ജിമ്മിനകത്ത് നിന്ന് കിട്ടും നമുക്ക്. എങ്ങനെയാണെന്നറിയാമോ? ജിമ്മിനകത്ത് കയറി ചെല്ലുമ്പോൾ നമ്മളവിടെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ആ എക്സസൈസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രൊഫഷണൽ ട്രെയിനർ ഉണ്ടായേക്കാം. അവൻ നമുക്ക് അതിൻ്റെ എക്സസൈസും കാര്യങ്ങളും നമുക്ക് നല്ലൊരു ഫിസിക്കും നല്ലൊരു ഹെൽത്തും, ഫിസിക്കലി നല്ലൊരു ഹെൽത്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ മെൻ്റലി അവിടെ നിന്ന് നിൽക്കുന്ന ഒരു ആംബിയൻസ്, നമ്മൾ മിങ്കിൾ ചെയ്യുന്ന ആളുകൾ എല്ലാം ഒരേ ആറ്റിറ്റ്യൂഡും ഓരോരോ ആറ്റിറ്റ്യൂഡ് എന്നല്ല, ഒരേ മൈൻഡ് സെറ്റ് ആയിരിക്കും അവരുടെ ആളുകൾ. എല്ലാവർക്കും ഒരേ നീഡായിരിക്കും. മിങ്കിൾ ചെയ്യാൻ പറ്റും, ഒരുപാട് ആളുകൾ സംസാരിക്കാൻ പറ്റും നമുക്ക്. അത് നമുക്ക് മെൻ്റലി ഒരുപാട് കോൺഫിഡൻസ് തരും, മെൻ്റലി നമ്മളൊരുപാട് ഹാപ്പി ആവും. നമ്മൾ അതേ ടേസ്റ്റ് ആയിരിക്കും ഏറെക്കുറെ ഈ വരുന്ന ആളുകൾക്കെല്ലാം. പിന്നെ ഒരു സോഷ്യൽ വെൽബീയിങ്ങിന് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ടീമായിരിക്കും. ഇപ്പോൾ ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ വന്നിട്ട് ചാരിറ്റി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീമുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ വല്ലാതൊരു ഫ്രണ്ട്ഷിപ്പ് വരുന്ന, ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ആം എ ഫിറ്റ്നസ് കോച്ച്, കയറി ചെല്ലുമ്പം തന്നെ കൈ അടിച്ചിട്ടാണ് നമ്മൾ കയറി പോകുന്നത്. ഡോർ തുറക്കുമ്പോൾ തന്നെ അവിടെ ആൾറെഡി ഉള്ള മെമ്പേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ ഒന്നും പേര് പോലും അറിയില്ല, പേര് പോലും അറിയാത്ത ഹായ് ബ്രോ ഹായ് ഹായ് കൈയടിച്ച് വിളിക്കുക. ആ കയ്യടിയിൽ നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു ഫീൽ ഉണ്ട്. ആ ഫീലൊക്കെ നമുക്കത് സൊസൈറ്റിയെ കൊണ്ട് അറിയാത്ത ആളുകളെ കൊണ്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുക, അവരുമായിട്ട് ഇങ്ങോട്ട് ഇൻവോൾവ് ആകാൻ പറ്റുക. പിന്നെ ചില ആളുകൾക്ക് സൊസൈറ്റിയിൽ പരിചയമില്ലാത്ത ആളുകൾ സംസാരിക്കാൻ മടി വരാറുണ്ട്. ഇതൊക്കെ നമ്മൾ ജിമ്മിനകത്ത് ഒരു ടീമിന്റെ കൂടെ നിൽക്കുന്നതോട് കൂടിയിട്ട് വല്ലാത്തൊരു മാറ്റം വരും. ജിമ്മിനകത്ത് മാത്രം കിട്ടുന്നത്. ഇനി ഔട്ട്ഡോർ എക്സസൈസുകളിലൊന്നും അങ്ങനെ കിട്ടിക്കോണമെന്നില്ല, ഈ ഒരു ആംബിയൻസ് കിട്ടിക്കോണമെന്നില്ല. ഇപ്പോൾ ഈ ജിമ്മിലൊന്നും വന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, ഈ ഓൺലൈനിലൊക്കെ നോക്കി അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും? അതായത് ഒരു മാറ്റങ്ങൾ ജിമ്മിൽ പോകണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇവന് വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്തിട്ടും പിന്നെ ഏത് എക്സസൈസ് ചെയ്യുന്നു, ആരാണ് ഇവർ ചെയ്യിപ്പിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാവും. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓൺലൈൻ വീഡിയോ കണ്ട് എക്സസൈസ് ചെയ്തിട്ട് ബാക്ക് പെയിൻ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഓൺലൈൻ ഇപ്പോൾ ട്രെയിനർക്ക് പറയുന്ന അവിടെ നിന്ന് നേരിട്ട് അവർ കാണിച്ചിരുന്ന പോസ്റ്റർ ആയിരിക്കില്ല ചിലപ്പോൾ ഓൺലൈൻ ഒരാൾ ഇവിടെ ചെയ്യുന്നത്. ചിലപ്പോൾ ഇഞ്ചുറി ഒക്കെ ഉണ്ടായേക്കാം. പിന്നെ കെയർഫുൾ ആയിരിക്കണം. നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് ഒരാൾക്ക് എക്സസൈസ് ചെയ്തിട്ട് ആവാവുന്നതാണ്. ഒരു പരിധിയുണ്ട് അതിന്. ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ലൈഫിൽ നോർമൽ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോവാണ്. ഇപ്പോൾ ഒരു IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറെക്കുറെ ഹെൽത്തി ബോഡിയാണ്, അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പറ്റും. അതല്ല ഇയാളിപ്പോൾ ലൈഫിനെ ഒരു ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആളാണെങ്കിൽ, ഒരു ഫുട്ബോൾ കളിക്കാനൊക്കെ രാവിലെ വൈകുന്നേരം വെച്ച് പോകുന്ന ആളാണെങ്കിൽ ആളെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ എക്സസൈസ് മാത്രം മതിയാവില്ല. അയാൾക്ക് ലോവർ ബോഡിയുടെ സ്ട്രെങ്ത് ഒക്കെ കോർ സ്ട്രെങ്ത് ഒക്കെ ഒരുപാട് വേണ്ടി വരും. അപ്പം എന്ത് വേണ്ടി വരും? അപ്പോൾ അയാൾ ജിമ്മിൽ പോലെ നിർബന്ധമായിട്ടും വരും. വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ട നിർബന്ധമായിട്ട് വരും. വീട്ടിൽ ചിലപ്പോൾ വെയിറ്റ് ഒന്നും ഉണ്ടായിക്കോണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഈ ഓൺലൈനിലൊക്കെ നോക്കി ട്രെയിനിങ് ചെയ്യുന്നത്, ഓൺലൈനിൽ നമുക്കിപ്പോൾ ഫേസ് ടു ഫേസ് ലൈവായിട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് പ്രൊഡക്റ്റീവ്, അത് ആൾക്ക് ഗുണം ചെയ്യും. ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആണെങ്കിൽ, പ്രൊഫഷണൽ ട്രെയിനർ നിങ്ങളുടെ ഓൺലൈൻ വീഡിയോൻ്റെ ഫ്രണ്ടിൽ അവിടെ ഉണ്ട്, ആ ആൾക്കതിനെ കുറിച്ച് അറിയാം. അപ്പോൾ ആൾ സെലക്ട് ചെയ്യുന്ന വർക്കൗട്ടുകൾ അതിനനുസരിച്ചിട്ടുള്ള വർക്കൗട്ട് ആൾ സെലക്ട് ചെയ്യുള്ളൂ. ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആണെങ്കിൽ, അതിനെക്കുറിച്ച് പഠിച്ച ആളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും, ആളുകൾക്ക് ഉപകാരപ്പെടും. ഒരു ഹെൽത്തി ബോഡി അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി ശരാശരി ഒരാൾ എത്ര ദിവസമായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും? ഇപ്പോൾ ഒരാൾ എത്ര ദിവസം ഭക്ഷണം കഴിക്കുന്നുണ്ടോ അത്രയും ദിവസം ആൾ എക്സസൈസ് ചെയ്യണം എന്നല്ല പറയാം, ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കണം. ബേസിക്കലി ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ഫാർമർ ഓർ എ ഹണ്ടർ. ഇത് ഞാൻ പറയുന്നത് ഞാൻ പഠിച്ച പുസ്തകങ്ങളിൽ നിന്നല്ല, എൻ്റെ പ്രാക്ടിക്കൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നതാണ്. ബേസിക്കലി ഹ്യൂമൻ ബീയിങ് ഈസ് എ ഫാർമർ ഓർ എ ഹണ്ടർ. അതാണ്. പണ്ട് കാലങ്ങളിൽ ഈ മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്നത് അധ്വാനിച്ചിട്ടായിരുന്നു. വേട്ടയാടിയിട്ടും കൃഷിപ്പണി ചെയ്തിട്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ നമ്മുടെ ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അത് മാറി. ഇന്ന് നമ്മൾ ഒരുപാട് ഡെസിഗ്നേഷൻ വന്നിട്ട് ഒരുപാട് ഇപ്പം നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പം അടുത്ത് നല്ല ക്ലിക്കായി വന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പം ഫിസിക്കലി ആക്ടിവിറ്റി കുറഞ്ഞുപോയി. അപ്പം നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട്. എന്നെങ്കിൽ അത് ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കണം. ഇപ്പം നമുക്ക് ഫിസിക്കലി ജീവിക്കാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റി കുറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. മെൻ്റലി ഫിസിക്കലി ഒരു ദിവസം റെസ്റ്റ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ റെസ്റ്റ് എടുക്കാൻ നോക്കുക. പിന്നെ ഓരോ ആളുടെയും കറൻറ്റ് ഫിറ്റ്നസ് ലെവൽ പോലെ റെസ്റ്റ് വേണം. ടയേർഡ്നെസ് ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ റെസ്റ്റ് കൊടുത്തിരിക്കണം. അതാണ്. ഈ അടുത്തൊക്കെയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജിമ്മിൽ വർക്കൗട്ടിൻ്റെ ഇടയിൽ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുക, ബാഡ്മിൻ്റൺ കളിക്കുന്നതിൻ്റെ ഇടയിൽ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുക എന്നൊക്കെ. ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് മുൻകരുതലാണ് നമ്മൾ എടുക്കേണ്ടത്? ഒന്ന്, ഇപ്പൊ 2 ജിമ്മിനകത്തും നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാഡ്മിന്റൺ കോർട്ടിൽ ഞാൻ ഒന്നിനെ കൂട്ടി പറയാം, ടർഫിനകത്ത് ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ടർഫ്, ബാഡ്മിന്റൺ കോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബാഡ്മിന്റൺ ഇപ്പൊ നമ്മൾ പുറത്ത് എക്സസൈസിന് വേണ്ടിയിട്ട് ഒരു ബീച്ചിലോ മറ്റോ കളിക്കുന്ന പോലെയല്ല ഒരു കോർട്ടിനകത്ത് കളിക്കുന്നത്. ഒരു ഗ്രൗണ്ടിൽ നമ്മൾ കളിക്കുന്ന പോലെയല്ല ടർഫിൽ കളിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ടർഫിലാണെങ്കിൽ, ടർഫ് നമുക്ക് നോക്കാം. ടർഫിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫുട്ബോൾ ഗ്രൗണ്ടിലാണെങ്കിൽ പുറത്തേക്ക് പോവും, അതെടുത്ത് കൊണ്ടുവരുന്ന ടൈം വരെ ആ ആളുകൾക്കെല്ലാം റെസ്റ്റ് കിട്ടും. പ്രോപ്പർ അല്ലേ? ഈ ടർഫിനകത്ത് ആ റെസ്റ്റ് ഇല്ല. ടർഫിനകത്ത് ബോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് അപ്പം സട എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഹേർട്ട് റേറ്റ് ഒരു കുറവില്ലാണ്ട് 1 മണിക്കൂർ ഫുട്ബോൾ മാച്ച് ആണെങ്കിൽ തന്നെ ആ ആളുകളെല്ലാം കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇതിനോടുള്ള കളിയോട് വല്ലാണ്ട് സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി വന്ന ആളുകൾ
ഈ ഫുട്ബോളൊക്കെ കളിച്ചിട്ട് ചിലപ്പോൾ 6 മാസത്തിന് ശേഷമൊക്കെ ആയിരിക്കും ഇവർ വീണ്ടും ഈ ബാഡ്മിന്റൺ കോർട്ടിലേക്കോ അല്ലെങ്കിൽ ടർഫിലേക്കോ വരുന്നത്. ഇവര് ആ വരുന്ന ടൈമിൽ ഇവരെ മൈൻഡ് സെറ്റ്, ഇവരെ മെന്റലി ഉള്ള താല്പര്യങ്ങൾ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇതിനോടുള്ള താല്പര്യം, ഫുട്ബോളിനോടോ ബാഡ്മിന്റണോടോ എന്ത് താല്പര്യത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇവർ പിന്നെ വെച്ചാൽ ആ 6 മാസത്തിന് ശേഷം അവിടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാണ്ട് ലീവിന് വരുമ്പോൾ മെന്റലി ഇവർ ഫ്രീ ആവുകയും ചെയ്യും. നേരെ ടർഫിലേക്കോ ഈ പറഞ്ഞ കോർട്ടിലേക്കോ ഓടി ഇങ്ങോട്ട് ഇറങ്ങും. ഇതിറങ്ങുമ്പോൾ എന്താണ്, ഇതിന് റെസ്റ്റ് ഇല്ലാത്ത പണ്ടത്തെ എൻഡ്യൂറൻസ് ലെവലും ഈ പറഞ്ഞ ഹാർട്ടിന്റെ മസ്കുലാറിന്റെ സ്ട്രെങ്ത്, ഈ പറഞ്ഞ എൻഡ്യൂറൻസ് എല്ലാം കുറഞ്ഞിട്ടുണ്ടാവും. ഫിസിക്കൽ പെർഫോമൻസ് എല്ലാം കുറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ഒരു കൺസിഡറേഷൻ ഇല്ലാണ്ട് നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇനിയോ പ്രോപ്പർ വാമപ്പ് ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല. ഈ ചിലപ്പോൾ ചില ആളുകൾ വരുന്ന നേരത്ത് കളി തുടങ്ങിയിട്ടുണ്ടാവും. ഈ കളി തുടങ്ങുമ്പോൾ ഓടി ഇങ്ങോട്ട് കളിക്കാൻ കയറും, നേരം ഇല്ലാത്തതുകൊണ്ട്. കളി തീരാൻ പോവല്ലേ, അപ്പോൾ ഓടി ഇങ്ങോട്ട് ഇറങ്ങും. അതും ചിലപ്പോൾ എന്താവും, നമ്മൾ പറയുന്ന മരണത്തിലേക്ക് നയിച്ചേക്കാം. രണ്ടാമത് റെസ്റ്റ് ഇല്ലാത്ത കളി വരും ഈ ടർഫിനകത്തൊക്കെ ആകുമ്പോൾ. ആ റെസ്റ്റ് ഇല്ലാത്ത കളിയും എന്താവാം ഇവരെ മരണത്തിലേക്കൊക്കെ സീരിയസ് ഇഞ്ചുറിയിലേക്കോ എത്തിച്ചേക്കാം. പിന്നെ മനസ്സിലായല്ലോ, വാമപ്പ് വേണം. വാമപ്പ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂസ് ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാമപ്പ് വേണം. ഒരാൾ മസിൽ ഉണ്ടാകാൻ വേണ്ടി ജിമ്മിൽ വാമപ്പ് ചെയ്യുന്ന രീതി, ഒരാൾ ഫുട്ബോൾ ഈസ് നോട്ട് ജസ്റ്റ് ഒരു ക്ലോസ് കോൺടാക്ട് ഗെയിമാണ്. അതൊക്കെ നമ്മൾ ഒരു അറ്റാക്കിനും ഡിഫൻസിനും ക്ലോസ് വരുന്ന ഗെയിമാണ്. ഇതിനൊക്കെ വാമപ്പിന്റെ ഇന്റൻസിറ്റി വളരെ വ്യത്യാസപ്പെട്ട് കിടക്കും. അപ്പോൾ ജിമ്മിൽ പോയിട്ട് എക്സ്പീരിയൻസ് വെച്ചിട്ട് മസിൽ ഉണ്ടാവാനും ഹൈപ്പോട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള വാമപ്പിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ടർഫിലേക്ക് ഇറങ്ങുമ്പോൾ അതേ വാമപ്പ് അല്ല ഇവിടെ ചെയ്യേണ്ടത്, വ്യത്യാസപ്പെട്ട് കിടക്കും. ചൂസ് ചെയ്യുന്ന ആക്ടിവിറ്റി അടിച്ചാൽ. അപ്പോൾ വാമപ്പ് പ്രോപ്പർ ആയിരിക്കണം. പിന്നെ നിങ്ങൾ ഈ സൗദിയിൽ നിന്ന് ഇവിടുന്നൊക്കെ വരുന്ന ആളുകൾ, ഞാൻ സൗദി പറയാൻ കാരണം എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ അങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വരുന്ന ടൈമിൽ നിങ്ങൾ 6 മാസം ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കറണ്ട് ഫിറ്റ്നസ് ലെവലൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പണ്ടത്തെ ആ ഒരു മെത്തേഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരാനായിട്ട്. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, ജിമ്മിനകത്ത് അതൊരു കോൺട്രവേഴ്സ്യൽ ആവാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ്. ജിമ്മിനകത്ത് നമുക്കിപ്പോൾ ഇതൊരു ബിസിനസ്സാണ്. നിലവിൽ ഇപ്പോൾ ഞാനടക്കം നടത്തുന്ന ജിമ്മ് നടത്തുന്ന ഒരു ബിസിനസ് നടത്തുന്നത്. അവിടെ ചില മെമ്പേഴ്സ് നമുക്ക് പണ്ട് കാലങ്ങളിൽ സെലിബ്രിറ്റീസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സെലിബ്രിറ്റീസിനെ ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. സെലിബ്രിറ്റീസിനെ ട്രെയിൻ ചെയ്യുന്ന ടൈമിൽ അവർ പറഞ്ഞു 3 മാസം കൊണ്ട് എനിക്ക് 6 പാക്ക് ആവണം, 2 മാസം 6 പാക്ക് ആവണം എന്ന് പറയും. ജിമ്മിനകത്ത് മാത്രം പറയുന്ന കേട്ടോ, ടർഫും ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയ ജിമ്മിനകത്ത് ഈ ഫാസ്റ്റ് റിസൾട്ടിന് ഒരു 3 വർഷത്തെ റിസൾട്ട് എനിക്കൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, ഇപ്പോൾ ഹാഷിമിന് എനിക്കൊരു 6 പാക്ക് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ, ക്യാമറമാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 5 വർഷത്തെ റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ എനിക്കൊരു 5 മാസം മതി. അതിനുള്ള മെഡിസിൻ ഇന്ന് ഇവിടെ മാർക്കറ്റിലുണ്ട്. ഇത്തരം മെഡിസിൻസ് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെലിബ്രിറ്റീസും പിന്നെ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സും ആയിരുന്നു. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. ഇന്നത്തെ അവസ്ഥയിൽ നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ റിസൾട്ടിനെ സോഷ്യൽ മീഡിയ വന്നതിന് ഇത്രയും ബൂസ്റ്റ് ആയതിനു ശേഷം ഈ ടീനേജ് ഏജേഴ്സുള്ള പിള്ളേർ വരെ വന്നിട്ട് പൈസ തരാം, നിങ്ങൾ പെട്ടെന്ന് റിസൾട്ട് വേണം എന്ന് പറയാൻ ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ കൊടുത്തില്ലെങ്കിലും മറ്റുള്ള ട്രെയിനേഴ്സ് എന്ത് ചെയ്തേക്കാം, ഇത് വിറ്റേക്കാം മീൻസ് ഇവർക്ക് ഇത് റിസൾട്ട് കൊടുത്തില്ലെങ്കിൽ ജിമ്മിൽ ബിസിനസ് കുറയും. അവർ ഇത് ചെയ്തേക്കാം. അപ്പം വരുന്ന ആളുകൾ ആദ്യം നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവുക. വരുന്ന ആളുകൾ ജിമ്മിനകത്ത് വന്നിട്ട് റിക്വയർമെൻറ്റ് വെക്കുമ്പോൾ ഒരിക്കലും ഒരാളുടെയും നിങ്ങൾ ഈ 3 മാസം കൊണ്ട് 1 മാസം കൊണ്ട് 20 kg കുറച്ചു, 30 kg കുറച്ചു, ഇത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇത് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടോർച്ചറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം. അതൊരിക്കലും നിങ്ങൾക്ക് ലോങ് ലൈഫിലേക്ക് ഗുണം ചെയ്യില്ല. സമീകൃതം നമുക്ക് ഈ പറഞ്ഞ കാർബ്സും പ്രോട്ടീനും എല്ലാം വേണം നമ്മുടെ ഭക്ഷണത്തിൽ. ഇതെല്ലാം ഭക്ഷണം ഉൾപ്പെടുത്തിയ ഡയറ്റും പിന്നെ ഫാസ്റ്റ് റിസൾട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെഡിസിനിലേക്ക് നിങ്ങൾ പോകുന്ന ടൈമിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ നശിപ്പിച്ചേക്കാം, നിങ്ങളത് ഈവൻ ഡെത്തിലേക്ക് വരെ എത്തിച്ചേക്കാം. ഒരു പക്ഷേ ജിമ്മിൽ നടക്കുന്ന മരണങ്ങൾക്ക് ഒരു പരിധി വരെ ഇത്തരം കാരണങ്ങൾ ഉണ്ടായേക്കാം. ഒരിക്കലും ഒരു സെലിബ്രിറ്റീസിൻ്റെ അവരുപയോഗിക്കുന്ന ഭക്ഷണ രീതിയോ അവരൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളോട് പറയുന്ന രീതി നമുക്കറിയാം. ആ മെഡിസിനെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, എനിക്ക് പറയാനുള്ള സ്റ്റേജ് അല്ല അത്. അപ്പോൾ അത്തരം മെഡിസിനിലേക്കോ ഈ പറയുന്ന ടോർച്ചറായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഡയറ്റിലേക്കോ നിങ്ങൾ കൊണ്ടുവരരുത്. ഒരു പക്ഷേ 3 മാസം റിസൾട്ട് കിട്ടിയേക്കാം. ജീവിതം എന്ന് പറയുന്നത് ലോങ് ലൈഫ് ജീവിക്കേണ്ടതാണ്. ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, മക്കൾ, അച്ഛൻ, അമ്മ ഇവരെയൊക്കെ തണലാവേണ്ടതാണ്. നമ്മൾ ഒരു ന്യൂജൻ കുട്ടികൾ പറയേണ്ടതാണ്. നമ്മൾ 16ാമത്തെ വയസ്സിൽ തോന്നുന്ന പോലെയല്ല. നമ്മളൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപാട് കാലം ജീവിക്കേണ്ടതാണ്, ഒരുപാട് പേർക്ക് തണലാവേണ്ടതാണ്. അതിനൊക്കെ നമുക്ക് ആരോഗ്യം ഉണ്ടായേ പറ്റുള്ളൂ. ഇനി ഒരു ബിസിനസ്സുകാരാണെങ്കിൽ ഒക്കെ ആരോഗ്യം എന്നത് വളരെ പ്രധാനമാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടാവുക എന്നൊരു അവസ്ഥയ്ക്ക് പോകരുത്.
അതാണ് അത് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാനാണെങ്കിലും പുതിയതായിട്ട് ഒരാൾ ജിമ്മിൽ ജോയിൻ ചെയ്യുകയാണെന്നാണെങ്കിൽ അവർ നോക്കുന്നൊരു ഫാക്റ്റ് ഉണ്ടാവുമല്ലോ, എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു ജിം അവർ തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. ലൈക്ക് അവിടുത്തെ ഒരു ആംബിയൻസോ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇന്ന് ജിമ്മിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ജിം തിരഞ്ഞെടുക്കുന്നത്? ജിം ചൂസ് ചെയ്യേണ്ട രീതി എങ്ങനെ അവർ ചൂസ് ചെയ്യണമെന്നുള്ളൊരു ഒറ്റന്നേ ഉള്ളൂ. ജിമ്മിനകത്തുള്ള ആംബിയൻസോ അവിടെയുള്ള മെഷീനറീസിന്റെ എണ്ണമോ ഇതൊന്നും നോക്കിയിട്ടല്ല. നല്ലൊരു പ്രൊഫഷണൽ ട്രെയിനറാണ് ആ ജിമ്മിനുള്ളത് എന്നുണ്ടെങ്കിൽ ആ ട്രെയിനർക്ക് നോളജ് ഉണ്ടോ, സയന്റിഫിക്കൽ നോളജ് ആ ട്രെയിനർക്ക് ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ അവിടെ ഇറക്കിയിരിക്കുന്ന ഫിറ്റ്നസ്സിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻസുകൾ ബ്രാൻഡഡ് എക്യുപ്മെൻറ്റ്സ് ആണോ എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ പ്രോപ്പർ ബയോമെക്കാനിക്സ് ആയിരിക്കും ബ്രാൻഡഡ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കുക. നമ്മൾ അല്ലാണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് വെൽഡേതൊക്കെ ഉണ്ടാക്കാം, മിഷനറീസ് ഒക്കെ. ഒന്ന് പ്രൊഫഷണലി അവിടെ നിൽക്കുന്ന ട്രെയിനേഴ്സ് എല്ലാം പ്രൊഫഷണലി ആണോ എന്നുള്ളത് നോക്കുക. രണ്ടാമത് അവിടെ ഉപയോഗിക്കുന്ന മെഷീനറീസിന്റെ ബയോമെക്കാനിക്സ് എന്ന് വെച്ചാൽ ബ്രാൻഡഡ് ആയിട്ട് മെഷീനറീസ് ആണോ എന്നുള്ളത് നോക്കുക. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് കിട്ടുന്ന മെന്റലി ഫിസിക്കലി കിട്ടുന്ന സപ്പോർട്ടുകൾ എത്രത്തോളം അവിടെ നിന്ന് ഉണ്ട് എന്നുള്ളത് നോക്കുക. ആഫ്റ്റർ ഓൾ ആ ജിമ്മിനകത്ത് കയറുന്ന ആംബിയൻസ് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരണം അല്ലെ. നിങ്ങൾക്ക് അവിടെ കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് തരണം. ആംബിയൻസിന് ആ ഒരു പ്രാധാന്യമുള്ളത്. പക്ഷെ പൊതുവെ ആൾക്കാർ അങ്ങനെ ആയിരിക്കുമോ ജിം ചൂസ് ചെയ്യുന്നത്? ഇപ്പോൾ വേറൊരാൾ റെക്കമെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കില്ല പോവുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. ഇതിനകത്ത് ഇപ്പം നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പോസ്റ്റ് ചെയ്യും. ഇപ്പൊ മെയിനായിട്ട് നടക്കുന്നത് 2 മാസം കൊണ്ട് 25 kg വെയിറ്റ് കുറച്ചു, ഓഹോ എന്ന് പറയാം. അപ്പൊ തന്നെ അത് കാണുമ്പോൾ ഓഹോ അങ്ങോട്ട് പോവാം, അഡ്വർടൈസ്മെന്റ്. ഞാൻ പറയാമല്ലോ, ഈ 2 മാസം കൊണ്ടും 1 മാസം കൊണ്ടും ഒക്കെ ആള് വെയിറ്റ് കുറച്ചു കഴിഞ്ഞാൽ പിന്നെ കുറക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ല. അടുത്തൊരു കാലഘട്ടത്തിൽ വരുമ്പോൾ ആളാടെ കുറച്ചു കാലം കൊണ്ട് ആ വടി ആള് ചിലപ്പോൾ വടിയായി പോകും. ഇതിന്റെ മെയിൻ മെത്തേഡ് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഈ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 20 kg കുറക്കുക 30 kg കുറക്കുക എന്നൊക്കെ ഒരുപാട് കേൾക്കാറില്ലേ? നിങ്ങൾ കേൾക്കാറുണ്ടാവും അല്ലേ? അൺബിലീവബിൾ ആയിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ, അൺബിലീവബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, 6 പാക്ക്, ഈ പറഞ്ഞില്ലേ, ഇതൊക്കെ ഉണ്ടാക്കാൻ ഇന്ന് ഇവിടെ മെഡിസിൻസ് ഉണ്ട്. ഇനി മെഡിസിൻസ് അവോയ്ഡ് ആക്കി കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന സെലിബ്രിറ്റീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഡയറ്റ് മെത്തേഡ്, ചിലപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടും അവരുടെ ഡയറ്റൊക്കെ, ഇതൊന്നും ഫോളോ ചെയ്യാൻ പാടേയില്ല. നിങ്ങൾ ഓരോരോ മനുഷ്യന് കഴിക്കേണ്ട ഭക്ഷണം, ഇനി ഒരേ ഭക്ഷണം തന്നെ എനിക്ക് ദഹിക്കുന്നതും നിങ്ങൾക്ക് ദഹിക്കുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. ഇതൊക്കെ നോക്കിയിട്ട് ഒരു വളരെ ഗ്രാജുവൽ പ്രോഗ്രഷനാണ് ശരീരത്തെ കൊണ്ടുവരേണ്ടത്. അതിങ്ങനെ ഒരു മാസങ്ങൾ കൊണ്ടൊക്കെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ പോവുക, എക്സ്പീരിയൻസ് ആദ്യം തന്നെ ജിമ്മിൽ പോയിട്ട് അവിടെയുള്ള 6 മാസം മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ 2-3 മാസം മെമ്പർഷിപ്പ് എടുക്കുക ജിമ്മിൽ. എന്നിട്ട് ആ ജിമ്മിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിൻ്റെ ക്വാളിറ്റി നോക്കുക. പിന്നെ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആംബിയൻസ്, മോട്ടിവേഷന്, ഇതൊക്കെ നോക്കുക. ആ ട്രെയിനറുടെ നോളജാണ് പ്രയോറിറ്റി. അല്ലാണ്ട് അവിടെ റിസപ്ഷനിൽ വളരെ നല്ല ഭംഗിയുണ്ട്, ജിമ്മിനകത്ത് നല്ല ഭംഗിയുണ്ട്, ഇതൊക്കെ ഒന്നും അല്ല നോക്കേണ്ടത്. അവിടെ നിൽക്കുന്ന ആളുകളോ ഇതൊന്നും അല്ല നോക്കേണ്ടത്. നിങ്ങൾ ആ ട്രെയിനർ അവിടെ പ്രോപ്പർ ആണെങ്കിൽ നിങ്ങളെ ലൈഫ് പൂർണ്ണമായിട്ടും നല്ല ഹെൽത്തിയിലേക്ക് ആക്കി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം നമ്മൾ സ്ത്രീകൾ പൊതുവെ പീരിയഡ്സ് ടൈമിൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഇവർക്ക് ബോഡിക്ക് നല്ലതാണ്. അതായത് പീരിയഡ് സമയങ്ങളിൽ വ്യായാമം ചെയ്യുന്നതും ജിമ്മിൽ വരുന്നതൊക്കെ. സുഹൃത്തെ, പീരീഡ്സ് എന്നുള്ളത് ഇപ്പം നിങ്ങളാണെങ്കിൽ തന്നെ, എൻ്റെ വൈഫാണെങ്കിൽ തന്നെ, ഞാൻ ഇവരോടൊക്കെ പറയും, പീരീഡ്സ് എന്നുള്ളത് ഓരോരോ ആൾക്കും അത് ഡിഫറെൻ്റ്. അതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്, നിങ്ങൾക്ക് അതിൻ്റെ സഹിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതെ തീർച്ചയായിട്ടും. ചിലർക്ക് ഇത് പെയിൻ, ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുള്ളൂ, ചിലർക്ക് ഒന്നും ഉണ്ടാവില്ല. ഞാൻ മാർഷൽ ആർട്സിൻ്റെ കിക്ക് ബോക്സിങ്ങിൻ്റെ റിങ്ങിലേക്ക് എൻ്റെ സുഹൃത്തിനെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. പീരീഡ്സിൻ്റെ ടൈമിൽ തന്നെ റിങ്ങിൽ കയറിയിട്ടുണ്ട് ആള്. അപ്പോൾ ഒരു തരത്തിലും നിങ്ങളെ പീരീഡ്സ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ആണ്. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനും നിങ്ങൾക്ക് ഫിസിക്കലി ആക്റ്റീവ് ആവാനും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെൻ്റലി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതിനെ നിങ്ങൾ ഒരു തരത്തിലും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബോളിവുഡിലൊക്കെ സെലിബ്രിറ്റീസ് എല്ലാം പ്രഗ്നൻസി ടൈമിൽ ഭയങ്കരമായിട്ട് ഹെവി വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണോ? അതായത് അവരുടെ ആ പ്രഗ്നൻസി സമയത്ത് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണോ? ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതാണ്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു ലേഡി വരികയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ ഞാൻ പേഴ്സണലി ചെയ്യേണ്ടെന്നാണ് പറയാറുള്ളത്. അതിന് കാരണം ഒരു സെലിബ്രിറ്റി അവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആണ്. നിങ്ങൾ കാണുന്ന അവർ വർക്കൗട്ട് ചെയ്യുന്നത് മാത്രമേ കാണുകയുള്ളൂ. ആ ആൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ അവിടെ ഉണ്ടാവും, ഒരു ഡയറ്റീഷ്യൻ അവിടെ ഉണ്ടാവും, ഒരു ട്രെയിനർ അവിടെ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ വാച്ചിങ്ങിൽ ഇവരുടെയൊക്കെ അണ്ടറിലാണ് ഈ ആൾ ചെയ്യുന്നത്.
വീഡിയോ ചിലപ്പോൾ സോഷ്യൽ മീഡിയ കണ്ട എക്സ്പീരിയൻസ് അല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ആ എക്സസൈസ് മാത്രമായിരിക്കും. ഇയാളെ ചെയ്യിപ്പിക്കുന്ന ടൈമിൽ ഒരു വർക്കൗട്ട് തന്നെ പല പല നേരങ്ങളിലായിട്ട് ഷോട്ട് എടുത്തിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഇടുന്നവർ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ ഒരു സാധാരണക്കാർ മലയാളത്തെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു ഡോക്ടർക്കും ഒരു ട്രെയിനർക്കും ഒരു ഡയറ്റീഷ്യനും ഒരു പറയുന്ന ഫിസിയോക്കും എല്ലാവർക്കും കൂടെ ഒരു നിർത്തിയിട്ട് നമുക്കൊരു വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടാവിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പൊതുവെ പറയാനുള്ളത്, എൻ്റെ അടുത്ത് എന്നെ മാത്രം വിശ്വസിച്ചിട്ട് ട്രെയിനേഴ്സിനോട് എല്ലാവരോടും ഇത്തരത്തിലുള്ള ഇതൊന്നും കണ്ടിട്ട് ട്രെയിനേഴ്സും ഇങ്ങനെ റിസ്ക് എടുക്കാണ്ട് ഞാൻ പേഴ്സണലി ചെയ്യാറില്ല. അത് ബാക്കിയുള്ളവരുടെ ചോയ്സാണ്, അവരുടെ കോൺഫിഡൻസ് പോലെയൊക്കെ ചെയ്യാം. നമുക്ക് പ്രഗ്നൻസിക്ക് മുന്നേ ഒക്കെ നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസുകളുണ്ട്. അതൊരിക്കലും ഹാർഡായിട്ടുള്ള എക്സസൈസ് അല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ ചെയ്യിപ്പിച്ച രീതിയുണ്ട്. നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡുകളുണ്ട്. അതൊന്നും നമുക്ക് അങ്ങനെ പറഞ്ഞ് പബ്ലിക്കിൽ ഇങ്ങനെ പറയാനൊന്നും പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഹാർഡായിട്ടുള്ള എക്സസൈസുകൾ ഒരിക്കലും ഇവരുടെയൊക്കെ വാച്ചിങ് ഉണ്ടെങ്കിൽ, ഇത്രയൊക്കെ ആളുടെ അണ്ടറിലാണ് ആൾ ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാത്ത പക്ഷം ഒരു ട്രെയിനറെ മാത്രം വിശ്വസിച്ചിട്ട് ഹാർഡായിട്ടുള്ള എക്സസൈസുകൾ പ്രഗ്നൻസിയൊക്കെ നിൽക്കുന്ന ടൈമിൽ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നമ്മൾ പൊതുവെ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് വയറ് കുറയ്ക്കാനും അവരുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ ജിം ഒരു നല്ല ഓപ്ഷനാണോ? ജിമ്മ് നല്ല ഓപ്ഷനാണ്. ജിമ്മിനകത്ത് പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് നല്ലൊരു ഓപ്ഷനാണ്. പ്രഗ്നൻസിക്ക് ശേഷം അവരുടെ മസിൽസൊക്കെ ഏകദേശമൊക്കെ സാഗ്നെസ് ഒക്കെ വന്നിട്ടുണ്ടാവും, സ്കിൻ സാഗ്നെസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഓവറാൾ ഫാറ്റ് റിഡക്ഷൻ തരുന്ന കോമ്പൗണ്ട് വർക്കൗട്ടുകളും അതിൻ്റെ കൂടെ തന്നെ കോർ വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും, അവർക്ക് ഗുണം ചെയ്യും. അങ്ങനെ ഒത്തിരി ആളുകളെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ചെയ്യണം നിർബന്ധമായിട്ടും. പ്രഗ്നൻസിക്ക് ശേഷം റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാം ജിമ്മിൽ പോയിട്ട് തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ എല്ലാവരുടെയും മെയിൻ പ്രശ്നമാണ് വയറ് ചാടല്, ബെല്ലി ഫാറ്റ്. ഇതൊക്കെ വീട്ടിലെ വർക്കൗട്ട് കൊണ്ടും ഡയറ്റും കൊണ്ടും ഒക്കെ റെഡിയാക്കാൻ പറ്റുമോ? വീട്ടിലെ വർക്കൗട്ട് കൊണ്ട് ബെല്ലി ഫാറ്റ് അഥവാ വയറ് ചാടുന്നത് കുറക്കാൻ പറ്റും. വീട്ടിലെ വർക്കൗട്ട് സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്ന നേരത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ട് ചെയ്യുന്ന നേരത്ത് വളരെ ശ്രദ്ധ ഉണ്ടാവുക. ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തന്നത്, നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഒരു പ്രൊഫഷണൽ ട്രെയിനർ എടുത്തുനിന്നാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. രണ്ടാമത്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്നുള്ളത് പറഞ്ഞല്ലോ, ഓരോരോ മനുഷ്യനും ഡയറ്റ് എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. ആ ഡയറ്റ് നിങ്ങൾക്ക് കിട്ടിയതും ഒരു പ്രൊഫഷണൽ ഡയറ്റീഷ്യൻ്റെ അല്ലെങ്കിൽ ഡയറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാളെ കയ്യിൽ നിന്നാണ് എന്നുള്ളതും ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രം അത് ചെയ്യാൻ നോക്കുക. ചിലർ ഈ നോർമലി സ്വന്തം ഓരോന്ന് തോന്നിയിട്ട് തന്നെ ഡയറ്റ് ചെയ്യുമല്ലോ. ചിലപ്പോ രാത്രിത്തെ ഫുഡ് കട്ട് ചെയ്യും, ചിലര് മീൽസ് കട്ട് ചെയ്തിട്ട് ചപ്പാത്തി ഇങ്ങനെയൊക്കെ കഴിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടിട്ടുണ്ട്, ഫ്രൂട്ട്സിന്റെ നീര് മാത്രം കുടിച്ചിട്ട് വയറ് കുറച്ച് ലാസ്റ്റ് അയാൾ മരിച്ചു പോയി എന്നുള്ളത്. ഇപ്പം അടുത്തൊക്കെ വന്നിട്ടുണ്ട്. അത് ഇത് ശരിക്ക് ഭക്ഷണം എന്നുള്ളത് സമീകൃതമായിരിക്കണം. അതിനകത്ത് കാർബ്സ് ഉണ്ടാവണം, ഫാറ്റ് ഉണ്ടാവണം, പറയുന്നതെല്ലാം പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, അതിൽ മിനറൽസ് ഉണ്ടായിരിക്കണം, മറ്റുള്ള വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം. അത് അങ്ങനെ അത് കഴിക്കേണ്ടത്. അതൊരു ഡയറ്റീഷ്യൻ്റെ അണ്ടറിൽ ആയിരിക്കണം നിങ്ങൾ ആ ഡയറ്റ് എടുക്കേണ്ടത്. ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇങ്ങനെ സിക്സ് പാക്കായി, ഇനിയിപ്പോൾ ഞാൻ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ആയി, അതുകൊണ്ട് ക്യാമറമാൻ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അയാൾക്കത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അയാളുടെ ഡൈജഷനും എൻ്റെ ഡൈജഷനും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അയാൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയും ഞാൻ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മളെ ബോഡിയിൽ ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ ഒരു ഭാഗം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ചിലപ്പോൾ ഫേസ് ആവാം, അല്ലെങ്കിൽ വയറാവാം, ഇങ്ങനെ ഒരു ഭാഗം മാത്രമായിട്ട് ചെയ്യാൻ പറ്റുമോ? നിലവിൽ സ്പോട്ട് റിഡക്ഷൻ, അങ്ങനെ സ്പോട്ട് റിഡക്ഷൻ എന്ന് പറയാം. സ്പോട്ട് റിഡക്ഷനെ കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ പഠിച്ചത് വെച്ചിട്ടും പ്രാക്ടിക്കലി എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും സ്പോട്ട് റിഡക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. അതൊരിക്കലും നടക്കില്ല. ഇപ്പോൾ അതാണ് ഫുൾ ബോഡിയുടെ ഇപ്പോൾ ഫാറ്റ് റിഡക്റ്റ് ആകുമ്പോൾ മാത്രമേ മറ്റുള്ള ഇപ്പോൾ ജിമ്മിലൊക്കെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ വയറിനൊക്കെ ആളുകൾ 100 ക്രഞ്ചസ് ഒക്കെ അടിക്കുന്ന ആളുകളുണ്ട്. അതവിടെ വെച്ചാൽ അവരുടെ മസിൽ ഡെവലപ്പ് ആവുന്നേ ഉള്ളൂ. ആ ഭാഗത്ത് മസിലും ഡെവലപ്പ് ആവും, അല്ലാണ്ട് അവിടെ ഫാറ്റ് റിഡക്ഷൻ വരില്ല. ഓവറോൾ ഫാറ്റ് കട്ടാവുമ്പോൾ മാത്രമേ ആ പാർട്ടിലുള്ള ഫാറ്റും ബേൺ ആയിട്ട് വരുള്ളൂ. ഒരിക്കലും അത് പോസിബിൾ അല്ല. നിലവിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കിട്ടിയിരിക്കുന്ന പഠനങ്ങളും വെച്ചിട്ട് സ്പോട്ട് റിഡക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. ഇനി പഠനങ്ങൾ നടക്കുന്നൊരു മേഖലയാണത്. ഇപ്പം നമ്മൾ പൊതുവേ നമ്മൾ മലയാളികളിൽ കണ്ടുവരുന്ന ഒരു സാധനമാണ്, ഇന്ന് ഫുഡ് കഴിച്ചിട്ട് ചിലപ്പോൾ നൈറ്റൊക്കെ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ച് വരുമ്പോൾ എന്നിട്ട് നാളെ മുതൽ വർക്കൗട്ട് ചെയ്യാം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത മാറ്റി അവരുടെ ലൈഫിൽ എങ്ങനെ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റും? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഡിസിപ്ലിൻ എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിലൊരു തീരുമാനം എടുക്കുക. ആ തീരുമാനത്തിൽ ഡിറ്റർമിനേഷനിൽ എത്താനുള്ള ശ്രമം ഉണ്ടാവുക. നമ്മളിത് എത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക. പിന്നെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. ഞാൻ പറയാറുള്ളത്, നമ്മുടെ അടുത്ത് വരുന്ന ഒരു പുതിയ മെമ്പർ ആണെങ്കിൽ ആളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആൾ ഡയറ്റ് വരാൻ ചോദിക്കും. ചിലപ്പോൾ ഞാൻ നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് നിലവിൽ,
അത് മൊത്തമായിട്ട് ഒരു ലിസ്റ്റ് അങ്ങ് വാങ്ങും. എന്നിട്ട് അതിനകത്ത് ആദ്യം ഈ പറയുന്ന ഡ്രഗ്സോ അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ ഒക്കെ ഹെവി യൂസേജ് ഉണ്ടെങ്കിൽ ആദ്യം അതങ്ങ് നിർത്തുക, അതങ്ങ് പതിയെ പതിയെ നിർത്തിക്കൊണ്ടുവരാൻ നോക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൻ്റെ കൂടെ തന്നെ ഇയാളെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചു തുടങ്ങും. ഇത് നമ്മൾ ട്രെയിനേഴ്സ് കൊടുക്കുന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടിയാണ്. പിന്നെ അതിൽ നിന്ന് അടുത്ത അയാളുടെ അൺഹെൽത്തി ആയിട്ടുള്ള അടുത്തൊരു ഫുഡ് ഹാബിറ്റിലേക്ക് കിടക്കും. അടുത്തൊരു ഫുഡ് ഹാബിറ്റിലേക്ക് ഈ വലി ഉണ്ടെങ്കിൽ വലിനെ കൂടെ നിർത്തിയിട്ട് പിന്നെ അടുത്തത് വൈറ്റ് പോയിസൺ, നമ്മൾ സാധാരണ പറയുന്നത് വൈറ്റ് പോയിസൺ എന്ന് പറയും, പഞ്ചസാര എന്ന് പറയും. ഈ ബേക്കറി ഐറ്റംസിൻ്റെ ഒക്കെ യൂസേജിനെ ഒരിക്കലും നാളെ തന്നെ കട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. ഞങ്ങൾ ചെയ്ത മെത്തേഡാണ്. അതെന്ത് ചെയ്യും, അതിനൊരു ഗ്രാജുവലി കുറക്കാൻ പറയും. ഒരിക്കലും ആ ശരീരത്തിന് ടോർച്ചർ ആവരുത്. ഇതൊരു അഡിക്ഷനാണ് ഏതൊരു മനുഷ്യനും. എല്ലാ മനുഷ്യനും ഒരുപോലെയല്ലല്ലോ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നത്. ആ ലൈഫ് സ്റ്റൈലിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ വളരെ ഗ്രാജുവലായിട്ട് ആ ഷുഗറിനെ കട്ട് ചെയ്ത് കൊണ്ടുവരും, വൈറ്റ് പോയിസനെ കട്ട് ചെയ്ത് കൊണ്ടുവരും. പിന്നെ പതിയെ അയാളെ കയറുന്ന ഇൻടേക്കിന് ഫുഡിനകത്ത് പ്രോട്ടീൻ്റെ കുറവുണ്ടെങ്കിൽ പ്രോട്ടീൻ കയറ്റിയിട്ടും മറ്റുള്ള വൈറ്റമിൻസിനെ പതിയെ ആഡ് ചെയ്യാൻ പറയും. അതേ നേരത്തെ ഹെവി ആയിട്ട് കയറുന്ന ഗ്ലൂക്കോസ് ഉണ്ടാവും. ഗ്ലൂക്കോസ് മീൻസ് ഈ ചോറ്, ചപ്പാത്തി, വട, ദോശ ഇതൊക്കെ. ഇതിനെ പതിയെ ഇവിടുന്ന് കുറച്ചിട്ട് അതിനെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യാം. അങ്ങനെ കൊണ്ടുവരുമ്പം പൂർണ്ണമായിട്ടും വളരെ ഗ്രാജുവൽ ആകുമ്പോൾ അയാളൊരു ഡിസിപ്ലിൻ അറിയാണ്ട് വന്ന് കയറും. നിങ്ങൾ ഒരു പ്രൊഫഷണൽ ട്രെയിനറുള്ളടത്തൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിമ്മിനകത്താണെങ്കിൽ ബാക്കി ആ ആളുകൾ നിങ്ങളിലേക്ക് എത്തിച്ചോളും. നിങ്ങളാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് മനസ്സിലായല്ലോ, അതിന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഒരിക്കലും ടോർച്ചർ ആവരുത്. നാളെ തന്നെ 3 മാസം നാളെ തന്നെ ഞാൻ എൻ്റെ ഭക്ഷണ രീതിയെ, എൻ്റെ ഇതുവരെയുള്ള ഈ ഇറഗുലർ ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുന്ന രീതിയെ മൊത്തമായിട്ടങ്ങ് മാറ്റാം, മറ്റന്നാൾ മുതൽ ഞാൻ ഫുൾ ഓക്കെയാണ്. അതൊരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അത് വളരെ ഗ്രാജുവലായിട്ട് കഴിക്കുന്നതിൽ ഹെവിനെസ് ഉണ്ടെങ്കിൽ ആ ഹെവിനെസ്സിനെ മാറ്റി എന്താണോ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്നത് അതിനെ പതിയെ കുറച്ചിട്ട് എന്താണോ കുറവുള്ളത് അതിനെ പതിയെ കൂട്ടി ബാലൻസ്ഡ് ആയിട്ട് ഒരു ഇതിലേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അതിനെ എൻജോയ് ചെയ്ത് വരും. ആ ഒരു ഫിസിക്കിൻ്റെ ട്രാൻസ്ഫോർമേഷനും അതിന് നിങ്ങൾക്ക് വരുന്ന ഫിസിക്കൽ കോൺഫിഡൻസിനും ഒക്കെ വരും. അപ്പം നിങ്ങൾ എൻജോയ് ചെയ്ത് തുടങ്ങും. പിന്നീട് നിങ്ങൾക്ക് തിരിച്ച് ആ ഒരു പണ്ടുണ്ടായിരുന്ന ആ ഭക്ഷണ രീതിയിലേക്ക് നിങ്ങൾ പോകില്ല. ഇപ്പൊ തുടർച്ചയായിട്ട് ഡയറ്റും വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാള് വീക്കിൽ ഒരു ചീറ്റ് ഡേ എടുക്കുന്നതൊക്കെ ഓക്കെയാണോ? ചീറ്റ് ഡേ എന്ന് പറയുന്നത് കലോറി ഇൻടേക്ക് ഒരു ദിവസം കൂട്ടുക എന്നുള്ളതാണ്. ഇത് കറക്റ്റായിട്ട് ഭക്ഷണം ഫോളോ ചെയ്യുന്ന ഒരാൾ, കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ ആഴ്ചയിൽ ഒരു ദിവസം ചീറ്റ് ഡേ എടുക്കുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമുക്കൊരു വർക്കൗട്ട് സ്റ്റാർട്ടിങ് ടൈമിൽ വല്ലാണ്ട് ഫാറ്റ് റിഡക്ഷൻ വരും. അതങ്ങനെ വന്ന് ഒരു ടൈം പീരീഡ് എത്തുമ്പോൾ അതങ്ങ് സ്റ്റക്കാവും. ആ സ്റ്റക്കാകുന്ന ടൈമിൽ നമ്മൾ ആഴ്ച ഒരു ദിവസം ഒരു കലോറി ഇൻടേക്ക് കൂട്ടുമ്പോൾ ശരീരം ഒന്നും കൂടെ ഒരു റെസ്പോണ്ട് ഒന്ന് മാറും. അപ്പോൾ വീണ്ടും ഫാറ്റ് റിഡക്ഷനാണ് സാധ്യത കൂടുതൽ. ചീറ്റ് ഡേ എടുക്കാം. പക്ഷേ ചീറ്റ് ഡേ എന്ന് പറയുന്നത് മൊത്തത്തിൽ ചീറ്റിംഗ് ആയിപ്പോയി ശരീരത്തിന്. അവിടെ കലോറി ഇൻടേക്ക് കുറച്ച് കൂട്ടുക എന്നുള്ളതാണുള്ളത്. കാർബ്സ് ഇൻടേക്ക് അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ഇൻടേക്ക് കുറച്ച് കൂട്ടുക എന്നുള്ളതാണ്. എന്ന് കരുതിയിട്ട് അവിടെ കള്ളും കഞ്ചാവും ഈ പറയുന്ന എന്റർടൈൻമെന്റുകൾ ഇതൊക്കെ കൂടെ കൂട്ടുക എന്നുള്ളതല്ല. ഒരിക്കലും ചീറ്റ് ഡേ എന്ന് പറയുന്നത് അങ്ങനെ തെറ്റിദ്ധാരണയ്ക്ക് പോയത്. സിഗരറ്റ് വലിക്കാമെന്നോ വെള്ളം അടിക്കാമെന്നോ ഈ പറയുന്ന ഡ്രഗ്സ് ഉപയോഗിക്കാമെന്നോ അങ്ങനത്തെ ഒരു മെത്തേഡിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ആരും പോയത്. ചീറ്റ് ഡേ അതല്ല, കലോറി ഇൻടേക്ക് കൂട്ടുക. കുറച്ച് ഹെവി ആയിട്ട് എന്ത് ചെയ്യാം, ബിരിയാണി കഴിക്കാൻ തോന്നുന്ന ചില ആളുകൾക്ക് അതൊക്കെ ആഴ്ച ഒരിക്കലും കഴിക്കുക. നമ്മുടെ ലൈഫല്ലേ, ഒരു ലൈഫല്ലേ, ഭക്ഷണത്തെ വേണമല്ലോ കൂടുതൽ ആഘോഷിക്കുക നമ്മൾ. ഇപ്പോൾ രാവിലെ ആണോ ഈവനിങ് ആണോ നമുക്ക് വർക്കൗട്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടി നല്ലത്? അങ്ങനെയില്ല. അത് നമ്മൾ ചെയ്യുന്ന ജോലി അടിസ്ഥാനത്തിൽ, അത് നമ്മൾ കിട്ടുന്ന ഫ്രീ ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ, അത് രാവിലെ എന്നില്ല, രാത്രി ആ വൈകുന്നേരം ടൈമൊന്നുമില്ല. ഉച്ചയ്ക്ക് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു 3 മണിക്കൂറിന് ശേഷമൊക്കെ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അത് ഒരിക്കലും അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വ്യത്യസ്ത തരം ടൈമുകൾ ജോലി ചെയ്യുന്ന ആളുകളാണ്. അതൊന്നും നമുക്കൊരു ടൈം പറയാനൊന്നും പറ്റില്ല. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ എപ്പോഴാണോ നിങ്ങൾക്ക് അനുയോജ്യമായ ടൈം തോന്നുന്നത് ആ ടൈമിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അത്രയേ ഉള്ളൂ. ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഉടനെ തന്നെ വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ് വേഗം പോയി കുളിക്കുന്നത് ഇതൊക്കെ നല്ലതാണോ? അങ്ങനെയല്ല. ഒന്ന് വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ വെള്ളം ആവശ്യത്തിനാണ് കുടിക്കേണ്ടത്. ശരീരത്തിന് റിക്വയർമെന്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാനൊന്ന് സംസാരിക്കുന്ന ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നില്ലേ, അത് എൻ്റെ ശരീരത്തിന് റിക്വയർമെൻ്റ് ആണ്. ശരീരത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇത് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ആണ്.
വർക്കൗട്ടിൻ്റെ ഇടയിൽ എങ്ങനെ സിപ്പ് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക, അതിനെങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഞാൻ കുടിക്കുന്ന അത്ര വെള്ളം മറ്റൊന്നും കുടിക്കണം അങ്ങനെയില്ല. നിങ്ങൾ ചെയ്യുന്ന നമ്പർ ഓഫ് വർക്കൗട്ടിൻ്റെ എത്രത്തോളം നമ്മുടെ ഡീഹൈഡ്രേഷൻ അടിസ്ഥാനത്തിലാണ് വെള്ളം കൊടുക്കണം. എത്രത്തോളം നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതൊക്കെ ഇപ്പോൾ HIIT വർക്കൗട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്, HIIT എന്താ പറയുക, ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ടുകൾ. ഇനി ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു യോഗ എക്സസൈസ് ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതിൻ്റെ ഒരു എക്സസൈസിൻ്റെ ഒരു മധ്യഭാഗത്തൊക്കെ വെള്ളം കുടിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതിയാവും. സോ ബേസ്ഡ് ഓൺ സെലക്ഷൻ ഓഫ് വർക്കൗട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാവും. പിന്നെ ആളുടെ ശരീരത്തെക്കുറിച്ച് അറിയാം. നമ്മൾ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക. നമ്മളെ സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഈസിയാണ്. നമ്മുടെ ദാഹം വരുന്നുണ്ടോ, നമുക്ക് വെള്ളത്തിൻ്റെ അങ്ങനെ അതുണ്ടായാൽ മതി. അതുകൊണ്ട് ആക്ച്വലായിട്ട് അതങ്ങനെ പൊക്കോളൂ. ഈ നടത്തം എന്ന് പറയുന്നത് നല്ലൊരു എക്സസൈസ് ആണോ? അതായത് ഈ 10,000 സ്റ്റെപ്പ് നടക്കണം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ നടത്തം മാത്രം നമ്മളെ ഡെയിലി ഉള്ള വർക്കൗട്ടിൽ കൊണ്ടുവരുന്നത് നല്ലതാണോ? നടത്തം എന്നുള്ളത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നടത്തം എന്നുള്ളത് ഒരു എക്സസൈസ് അല്ല. എൻ്റെ കറൻറ്റ് ഫിറ്റ്നസ് ലെവൽ വെച്ചിട്ട് നടത്തം എന്നുള്ളത് എക്സസൈസ് അല്ല. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് നടത്തം ഒരു എക്സസൈസ് ആണ്. അത് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 65 വയസ്സുണ്ട്. അമ്മയുടെ സംബന്ധിച്ചോളം എന്താണ് നടത്തം ഒരു എക്സസൈസ് ആണ്. ഇനി ഇതുവരെ അമ്മ നടക്കാറുണ്ട്. ഞാൻ സ്ട്രെങ്തനിങ് ചെയ്യാറും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇനി ഇതുവരെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ഇതുവരെ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡോക്ടറെടുത്തോ മറ്റോ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കാൻ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ജോഗ് ചെയ്യാനൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ ഇതുവരെ 45-50 വയസ്സ് വരെ ഒരു ഫിസിക്കൽ എക്സസൈസും ഇല്ലാണ്ട് നടക്കാൻ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങരുത്. ആ നടക്കാനുള്ള മസിലെങ്കിലും ശരീരത്തിന് അതിനുള്ളൊരു സ്ട്രെങ്ത് എങ്കിലും മിനിമം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് 45-50 വയസ്സിൽ നടത്തം ആദ്യമായി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതുവരെ കാറിൽ വരുന്നു, ജോലി സ്ഥലത്ത് പോകുന്നു, ബിസിനസ് സ്ഥാപനത്തിൽ പോകുന്നു, വരുന്നു, ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്നു, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നടക്കാനുള്ള മസിൽസ് പോലും ചിലപ്പോൾ ശരീരത്തിൽ ഉണ്ടായി വരും. നടത്തം എന്ന് പറയുന്നത് ഇപ്പോൾ റോട്ടിലൂടെ അല്ലേ, നമ്മുടെ റോഡെന്ന് പറയുന്നത് ഇൻക്ലൈനും ഡിക്ലൈനും കുഴിയും കുണ്ടും എല്ലാം ഉള്ള നാടാണ് നമ്മുടെ. അപ്പം ഇതിനൊന്നും ചിലപ്പോൾ പ്ലെയിൻ സർഫസ് ഏരിയ അല്ലല്ലോ. അപ്പം അതിൽ നടക്കുന്ന ടൈമിൽ അതിനൊക്കെ ഉള്ള ആ ഒബ്സ്റ്റക്കിളൊക്കെ മറികടക്കാനുള്ള മസിൽസും അതിനുള്ള മൊബിലിറ്റി ഒക്കെ വേണ്ടേ, അതിൻ്റെ ഉറപ്പ് വരുത്താം. നടത്തം ഒരു എക്സസൈസ് ആണ്. അത് ഓരോരോ വ്യക്തിക്ക് അടിസ്ഥാനത്തിൽ മാറി നിൽക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നടത്തം എന്തല്ല ഒരു എക്സസൈസ് ആവില്ല. നിങ്ങളൊരു ഹെൽത്തി പേഴ്സൺ ആണ്. ഇപ്പോൾ നമ്മുടെ ആശിം ഒരു ഹെൽത്തി പേഴ്സൺ ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നടത്തം ഒരു എക്സസൈസ് ആവില്ല. കറണ്ട് ഫിറ്റ്നസ് ലെവൽ അടിസ്ഥാനത്തിൽ നടത്തം തന്നെ ചില ആളുകൾക്ക് ഹേർട്ട് ബീറ്റ് കൂട്ടും. എനിക്കതൊന്നും ആവില്ല. എനിക്ക് എന്തേ ആവണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 6 കിലോമീറ്റർ ഓടി കഴിയണം, അപ്പോഴേ ജോഗ് ചെയ്ത് കഴിയണം, അപ്പോൾ എൻ്റെ ഹേർട്ടും ഇടിച്ചു തുടങ്ങുകയുള്ളൂ. വ്യത്യാസപ്പെട്ട് കിടക്കും. നടത്തം ഒരു എക്സസൈസ് ആണെന്നുള്ള ചോദ്യത്തിന് പ്രശസ്തിയുണ്ട്. ഇതുപോലെ തന്നെ സ്വിമ്മിങ്, സൂംബ, എയറോബിക്സ് ഇതെല്ലാം ഒരു ഫുൾ ബോഡി എക്സസൈസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണോ? ഫുൾ ബോഡി എക്സസൈസ് ആണ്. സുംബൻ എയറോബിക്സിന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിങ് ആണൊരു ബെറ്റർ ഫുൾ ബോഡി എക്സസൈസ്. നല്ല എക്സസൈസ് ആണ്. അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ്. സുംബ എന്ന് പറയുന്നത് സുംബ എയറോബിക്സ് ഒക്കെ ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അത് നല്ലൊരു കാർഡിയാക് എക്സസൈസ് ആണ്. സുംബയും എയറോബിക്സും ചെയ്യുന്ന ടൈമിൽ അത് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ലോവർ ബാക്ക് ഇഞ്ചറിയോ നീ ഇഞ്ചറിയോ ഉള്ള ആളുകളാണെങ്കിൽ സൂംബയും എയറോബിക്സും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ജിമ്മിൽ പോയിട്ട് അത് ഭാഗങ്ങൾ ആ പറഞ്ഞ ലോവർ ബാക്ക് ഇഞ്ചുറി ഒക്കെ ഉണ്ടായ ശേഷം ഡോക്ടറെ കാണിച്ച് ആ ഭാഗങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷം നിങ്ങൾ സുംബ എയറോബിക്സ് പോലത്തെ വർക്കൗട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്വിമ്മിങ് നല്ലൊരു ഫുൾ ബോഡി എക്സസൈസ് ആണ് മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ. ഇപ്പോൾ പൊതുവെ ഈ ജിമ്മിലൊക്കെ വർക്കൗട്ട് ഓവറോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ മസിൽസിന് ഇഞ്ചുറീസും ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ചോദിക്കുന്നു. ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. അതെ, അത് മസിൽസിന് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ? മസിൽസിന് ഇഞ്ചുറീസ് മാത്രമൊന്നുമല്ല, ഓവർ വർക്കൗട്ടുകൾ നമ്മളെ മരണത്തിൽ വരെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഓവർ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ ഗോൾ അടിസ്ഥാനത്തിൽ അയാളുടെ കറണ്ട് ഫിറ്റ്നസ് ലെവൽ അടിസ്ഥാനത്തിൽ ഒരു പ്രൊഫഷണൽ ട്രെയിനർ ഉണ്ടെങ്കിൽ അയാളൊരു വർക്കൗട്ട് ഉണ്ടായിക്കോളും. എന്നിട്ട് അതിലൊരു ഗ്രാജുവൽ പ്രോഗ്രഷൻ വെച്ചോളും. അതങ്ങനെ കൊണ്ടുപോയാൽ മതി. നമ്മളൊരു ഓവറായിട്ടുള്ള വർക്കൗട്ടിൽ ഫോളോ ചെയ്യാൻ പാടില്ല. ഡീഹൈഡ്രേഷൻ കൊണ്ട് ചിലപ്പോൾ സെൻറ്റ് അറ്റാക്കിലൊക്കെ പോയേക്കാം. ഓവർ വർക്കൗട്ട് എപ്പോഴും മസിൽ ഇഞ്ചുറീസ് മാത്രമല്ല അതിലേറെ അപ്പുറത്തേക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഓവർ വർക്കൗട്ട് പാടില്ല. ഈ രാവിലേക്ക് ജിമ്മിൽ പോകുന്ന ആൾക്കാർ പ്രീ വർക്കൗട്ട് മീൽ എന്തെങ്കിലും കഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രീ വർക്കൗട്ട് മീൽ കഴിക്കണം. എന്തെങ്കിലും ഒരു ഗ്ലൂക്കോസ് കണ്ടന്റ് ശരീരത്തിൽ ഉണ്ടാവണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. പിന്നെ അതിനകത്തൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂജൻ പിള്ളേർ
പ്രീ വർക്കൗട്ട് സപ്ലിമെന്റിൽ ഒരുപാട് ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. പ്രീ വർക്കൗട്ട് സപ്ലിമെന്റ് അലക്ഷ്യം എന്താ പറയാ, ഒരു നിയന്ത്രണം ഇല്ലാണ്ട് ഉപയോഗിക്കുക. പ്രീ വർക്കൗട്ട് സപ്ലിമെന്റുകളുടെ ഉപയോഗം ആവശ്യം ഒരു 30-35 വയസ്സ് വരെയൊന്നും വരാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. ഇപ്പം എനിക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രീ വർക്കൗട്ടും വേണ്ട, ജസ്റ്റ് ഒരു ആപ്പിളും കഴിച്ചാൽ മതി. ഒരു ആപ്പിൾ ചെന്നാൽ തന്നെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നത് ഞാനൊക്കെ. പിന്നെ അത് എന്താണോ ഉള്ളത്, എന്താണോ നിങ്ങൾക്കൊരു ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റുന്നത് കഴിക്കുക, പോയിട്ട് വർക്കൗട്ട് തുടങ്ങാവുന്നതാണ്. പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കാണ്ട് വെറുതെ നിങ്ങളുടെ ആരും പൈസ കൊണ്ടുപോയി കളയാണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിച്ചത് അവിടെ തന്നെ അത് തന്നെ ഉണ്ടാവും, അത് തന്നെ മതിയാവും. രാവിലെയൊക്കെ ഏർലി മോർണിംഗ് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ ഞാനൊക്കെ ഏർലി മോർണിംഗ് ഒരു വർക്കൗട്ട് ചെയ്യും, ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഏർലി മോർണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചൽ പോലെ ഒരാവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായേക്കാം. ഓക്കെ. എഗ്ഗ് ഒരു പ്രധാന പ്രോട്ടീൻ ആണല്ലോ. അപ്പോൾ ഏകദേശം ഒരു ദിവസം എത്ര എഗ്ഗ് കഴിക്കാം? അതേപോലെ തന്നെ എഗ്ഗിൻ്റെ മഞ്ഞ കഴിക്കുന്നത് ഈ കൊളസ്ട്രോൾ കൂടാനൊക്കെ ചാൻസ് ഉണ്ടാവില്ലേ? ഇപ്പോൾ എത്ര എഗ്ഗ് കഴിക്കുക എന്നുള്ളത് ഒരു ബോഡി വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പ്രോട്ടീൻ കഴിക്കാം എന്ന അടിസ്ഥാനത്തിലാണ് നോക്കേണ്ടത്. സാധാരണക്കാർ നമ്മളൊക്കെ എഗ്ഗ് കഴിക്കുക എന്ന് പറയുന്നത് പ്രോട്ടീൻ ശരീരത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അതാണ് മെയിനായിട്ട് നമ്മളൊക്കെ ആളോട് പറയാറുള്ളത്. ഇപ്പോൾ എൻ്റെ ബോഡി വെയ്റ്റ് 63ആണ്, നമുക്ക് 60 എടുക്കാം. 120 ഗ്രാം പ്രോട്ടീന് എൻ്റെ മസിൽ, എൻ്റെ ലക്ഷ്യം ഹൈപ്പോട്രോഫിയാണ്. ഹൈപ്പോട്രോഫി മീൻസ് മസിലിൻ്റെ സൈസ് കൂട്ടാനാണ് എൻ്റെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ബോഡി വെയ്റ്റിൻ്റെ 2 മടങ്ങ് ഗ്രാം കയറണം. ഇപ്പോൾ 60 ഗ്രാം, ഞാൻ 120 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കയറേണ്ടതുണ്ട്. 120 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കയറേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഹോൾ എഗ്ഗിൽ കിടക്കുന്നത് നിയർ ബൈ 6 ഗ്രാം. അങ്ങനെ കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല, അത്രയാണ് കിടക്കുന്നത്. പിന്നെ അത് എല്ലാം ഒഴിവാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 3-3.5 ആ ഒരു റേഷ്യോയിലാണ് അതിൻ്റെ പ്രോട്ടീൻ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്ക് നോക്കിയിട്ട് വേണം നമ്മൾ എത്ര എഗ്ഗ് കഴിക്കണം, ഇത്ര ഉള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ അത് ആളുടെ ബോഡി വെയിറ്റ് നോക്കിയിട്ട്, അല്ലാണ്ട് നിങ്ങൾ ഒരു ദിവസം 10 എണ്ണം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10 എണ്ണം കഴിക്കുന്ന രീതിയിൽ നിങ്ങൾ 10 എണ്ണം കഴിച്ചിട്ട് കാര്യമില്ല. ആളുടെ ബോഡി വെയിറ്റ് നോക്കിയിട്ട് അതിന് എത്ര ഗ്രാം, നിങ്ങളുടെ ലക്ഷ്യം കൂടെ നോക്കണം. അല്ലാണ്ട് ഇപ്പോൾ സാധാരണ വീട്ടിലൊരു ജോലി ചെയ്യുന്ന ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു അച്ഛനോ വീട്ടിൽ ജോലി മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്ക് ഇങ്ങനെ ബോഡി വെയിറ്റിൻ്റെ 2 ഗ്രാം കഴിച്ച് കഴിഞ്ഞാൽ വേറെ അസുഖം ഉണ്ടാവും. എക്സസ് പ്രോട്ടീനും കയറ്റാനൊന്നും പാടില്ല ഇതിനകത്ത്. ആവശ്യത്തിന് അവൻ്റെ ജോലി എന്താണ് ആ ശരീരത്തിനെ ഫിസിക്ക് മാറ്റേണ്ടത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കഴിക്കാൻ നോക്കുക. അതാണ് ഇതിൻ്റെ ഒരു രീതി എന്നുള്ളത്. ഈ മസിൽസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ പൗഡറും സ്റ്റിറോയിഡ്സും യൂസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. പ്രോട്ടീൻ പൗഡർ, സ്റ്റിറോയിഡ്സ് ഇത് രണ്ടാണ്, ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രോട്ടീൻ പൗഡറിലേക്ക് വരാം. ഞാൻ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്ന ആളാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഫാമിലി തന്നെയുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്, നീ പ്രോട്ടീൻ പൗഡറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കിഡ്നി പോകും, ലിവർ പോകുന്നൊക്കെ. പക്ഷേ ഈ പ്രോട്ടീൻ പൗഡറൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ പാലിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് ഒരുപാട് പ്രോസസ്സ് ചെയ്തിട്ട് എടുക്കുന്നൊരു സാധനം മാത്രമാണ്. ഇത് ജിമ്മിൽ പോകുന്ന ആളുകൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇതിപ്പോൾ ഒരു പ്രൊഫഷണൽ സ്പോർട്സ് പ്ലേയേഴ്സൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് നാച്ചുറലി ഈ മുട്ടയിൽ നിന്നും ചിക്കനിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രോട്ടീൻ ഒരു പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ വർക്കൗട്ട് ലൈക്ക് എ പ്രൊഫഷണൽ ഇങ്ങോട്ടെന്നാ ഒരു പ്രൊഫഷനെ സംബന്ധിച്ച് കൊടുത്തോളും, ഒരു വർക്കൗട്ട് ലൈക്ക് എ പ്രൊഫഷനെ സംബന്ധിച്ച് കൊടുത്തോളും ഈ പ്രോട്ടീൻ പൗഡറൊന്നും യൂസ് ചെയ്യാണ്ട് അത് ആ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് പോസിബിൾ ആവില്ല എപ്പോഴും. അപ്പോൾ നമുക്ക് നാച്ചുറലായി കിട്ടാത്ത ദിവസങ്ങളിൽ ഈ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യേണ്ടി വരും. ഇത് എല്ലാ സ്പോർട്സ് ക്ലബ്ബുകളിലൊക്കെ ഇത് ആ അത്ലറ്റ്സിനും പ്ലെയേഴ്സിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം പ്രശസ്തമാണ്, സ്റ്റിറോയിഡ്സ് എന്നുള്ള യൂസേജ്. സ്റ്റിറോയിഡ്സ് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെലിബ്രിറ്റീസും ഈ പറയുന്ന പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സും ആയിരുന്നു. സോ ഇപ്പം അതങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ചെറിയ ടീനേജ് പിള്ളേർ പോലും സ്റ്റിറോയിഡ്സ് ചെയ്തിട്ട് പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ ആക്കി ചോദിക്കാറുണ്ട്. ഞാൻ പേഴ്സണലി ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം കൊടുക്കാറുണ്ട്. സ്റ്റിറോയിഡ്സ് പൊതുവെ യൂസ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്റിറോണിൻ്റെയും GH ഹോർമോൺ, ഗ്രോത്ത് ഹോർമോണിൻ്റെയും വകഭേദങ്ങളാണ് ഈ സ്റ്റിറോയിഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു 5 വർഷത്തെ റിസൾട്ട് കിട്ടാൻ 5 മാസം മതിയാവും ഇത്തരം സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അത്ര കണ്ട് ഇവരെ ലൈഫിനെ അത് ബാധിക്കുകയും ചെയ്യും. അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അത് ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പറയാണ്ട് അതിനെക്കുറിച്ച്. സോ അത് നമ്മൾ അധികം അതിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റിറോയിഡ്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് പെട്ടെന്നുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് എഫക്റ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ചില ആളുകൾ നിങ്ങളോട് പറഞ്ഞേക്കാം ഇതിൻ്റെ ബാക്ക് എഫക്റ്റ് ഒന്നുമില്ല, ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞേക്കാം. അയാൾക്ക് അയാളുടെ ഭാഗ്യം കൊണ്ടായിരിക്കും അത് ഇതുവരെ ബാക്ക് എഫക്റ്റ് കിട്ടാത്തത്. അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾക്ക്. ഇനി എത്ര മാസം എത്ര വർഷം ചെയ്താൽ അതിൻ്റെ ബാക്ക് എഫക്റ്റ് കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം നിങ്ങളുടെ കുടുംബത്തിൻ്റെയൊക്കെ പ്രാർത്ഥന പോലെ ഉണ്ടാവും.
എപ്പം കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും, ഏത് മാസം കഴിഞ്ഞാൽ. ചിലപ്പോൾ ഫസ്റ്റ് സൈക്കിൾ സ്റ്റിറോയിഡ് തന്നെ നമ്മളത് ബാക്ക് എഫക്റ്റ് കിട്ടിയേക്കാം. ആ ബാക്ക് എഫക്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, സൂക്ഷിക്കുക. നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. സ്റ്റിറോയിഡ്സിൻ്റെ യൂസേജ് ലൈഫിനെ മൊത്തത്തിൽ നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് PT പീരീഡ് വളരെ കുറവായിരുന്നു. കാരണം ഒരു ഏതെങ്കിലും ഒരു സാറോ അല്ലെങ്കിൽ ടീച്ചറോ വന്നിട്ട് ആ സമയത്ത് ക്ലാസ് എടുക്കാറാണ് പതിവ്. അപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ ഈ ഫിസിക്കൽ ട്രെയിനിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നത് കുറവായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ ചിലപ്പോൾ കുറവായിരിക്കാം. ഞാനൊക്കെ ഇങ്ങനെ ഫുട്ബോൾ കളിച്ചും മാർഷൽ ആർട്ട് ചെയ്തൊക്കെ വന്നതാണ്. നിലവിൽ ഇപ്പോൾ ഗവൺമെൻറ് PT പീരീഡൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം തന്നെ റൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഇപ്പോൾ സൂംബയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്കൂളുകളിലൊക്കെ. പുതുതായിട്ട് വന്നതാണ് ഈ വർഷമൊക്കെ സൂംബയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ഫിസിക്കലി ഉള്ള നമ്മൾ പ്രൈമറി വേണ്ടത് ചെറിയ കുട്ടികളിൽ സ്വന്തം ശരീരത്തിനോട് ഇഷ്ടം ഉണ്ടാക്കാനുള്ളൊരു ഇതാ കൊടുക്കേണ്ട കുട്ടികൾക്ക്. അങ്ങനെ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾ പിന്നെ ഈ പറയുന്ന ലഹരിയിലേക്കോ മറ്റുള്ള ഈ പറയുന്ന മെന്റൽ സ്ട്രെസ്സിലേക്കൊന്നും പോലെ. മെന്റൽ സ്ട്രെസ് ഒക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും കുട്ടികൾക്ക് മെന്റൽ സ്ട്രെസ് ഒന്നുമില്ല, പേരൻസ് ആണ് ഈ മെന്റൽ സ്ട്രെസ് കുട്ടികളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ശരിക്കും മെന്റൽ സ്ട്രെസ്സിന് വരാണ്ടിക്കല്ല ട്രെയിനിങ് കൊടുക്കുന്നത് കുട്ടികൾക്കല്ല കൊടുക്കേണ്ടത്. സൂംബ ക്ലാസ് ഒക്കെ മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത് പേരൻസാണ് കൊടുക്കേണ്ടത്. ആവശ്യമില്ലാത്ത സ്ട്രെസ് പേരൻസാണ് ജനറേറ്റ് ചെയ്യുന്നത്. കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ശരീരത്തെ ഇഷ്ടപ്പെടുത്തുക, ആ മക്കൾക്ക് ഇഷ്ടപ്പെടുത്തുക. അതിനിപ്പോൾ സൂംബ ആവാം, അല്ലെങ്കിൽ ഫുട്ബോളിലേക്ക് അല്ലെങ്കിൽ മാർഷൽ ആർട്സിലേക്ക്, ഇങ്ങനത്തെയൊക്കെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്കൂളുകളിലും ഈ പറഞ്ഞ സ്കേറ്റിങ്, മാർഷൽ ആർട്സ് ക്ലാസ്സുകൾ ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ചോയ്സ് ആവേണ്ടത്. അല്ലാതെ സൂംബ എല്ലാവരും സൂംബ ചെയ്യണം, അത് മഹാമണ്ഡത്തിനാണ്. ഈ സൂംബ എല്ലാ കുട്ടികളും ചെയ്യണം, സൂംബ എല്ലാ സ്കൂളും നിർബന്ധം നടത്തണമെന്ന് പറയുന്നുണ്ടെങ്കിൽ സൂംബ ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. അതുമായിട്ട് ആളുകൾക്ക് ചിലപ്പോൾ ടൈപ്പോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, സൂംബ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ പറഞ്ഞേക്കാം. പക്ഷേ സൂംബയിലേക്ക് മാത്രം പോകാന്നല്ല വേണ്ട. സൂംബ, എയറോബിക്സ് മെത്തഡ് ഒരുപാടുണ്ട്, ഗ്രൂപ്പ് എക്സസൈസുകൾ. കുട്ടികളിലേക്ക് ഒരു ഓപ്ഷനലാക്കി കൊടുക്കുക കുട്ടികൾക്ക്. അതിനകത്ത് യോഗ ഉണ്ടാവണം, ഗെയിംസ് ഉണ്ടാവണം, സൂംബ ഉണ്ടാവണം. അതിന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളെ കോളേജിലൊക്കെ എന്ത് പ്രോഗ്രാമാണ് ഓപ്ഷനലാക്കി കൊടുക്കുക ചെയ്യാം. ആ ഓപ്ഷനിൽ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് അവർ സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് സിനിമാ വിശേഷങ്ങൾ അറിയാം. ഈ സിനിമയിലേക്കുള്ളൊരു കടന്നുവരവ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ കണ്ണൂർ സ്കോട്ടിലൊക്കെ ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അതിലൊക്കെ ഒരുപാട് സ്റ്റണ്ടിൻ്റെ സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഭയങ്കരമായിട്ടൊരു റിസ്ക് ഇല്ലേ ഇത് ചെയ്യുന്ന സമയത്ത്? എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സിനിമ ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു മേഖലയല്ല സിനിമ എന്ന് പറയുന്നത്. അതൊരു വേറൊരു ലോകമാണ്. സിനിമ ആഗ്രഹിക്കാത്ത ആൾക്കാരില്ല. അപ്പോൾ സിനിമയിലേക്ക് എനിക്ക് കയറാം. എനിക്ക് ആകെ അറിയുന്നത് ഈ മാർഷൽ ആർട്സും അടിയും ഇടിയും ഇതൊക്കെ നമുക്കറിയുള്ളൂ. അപ്പോൾ ആ അറിയുന്ന മേഖല സ്റ്റണ്ട് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഡ്യൂപ്പ് ഇതിലൂടെയൊക്കെയാണ്. അപ്പോൾ സിനിമയുടെ പ്രവർത്തകൻ എന്നൊന്നും പറയാൻ മാത്രം ഞാനില്ല. ആകെ 5ഓളം സിനിമകളിൽ അതിൽ ഫേസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു, അത് കണ്ണൂർ സ്കോറിൽ അത് ജസ്റ്റ് ഒരു ബൈ ചാൻസ് ആയിട്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഡ്യൂപ്പ് ഇടാൻ വേണ്ടിയാണ് പോകുന്നത്. ഇപ്പോൾ ഡ്യൂപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം അടുത്ത് നമ്മുടെ ഒരു ഡ്യൂപ്പ് ആർട്ടിസ്റ്റ് മരിച്ചു പോയിട്ടുണ്ട്. ഡ്യൂപ്പിൽ തീർച്ചയായിട്ടും അപകടങ്ങൾ, മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഒരുപാടുണ്ട്. നമ്മൾ ഒരു സീൻ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ അപകടങ്ങൾ നോക്കിയിട്ട് വേണം അത് സെലക്ട് ചെയ്യാൻ. ഓപ്ഷനലാണ്, നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. നല്ല ക്യാഷ് കിട്ടുന്ന കാര്യമാണ്. പക്ഷേ പറയല്ലോ, ഇതൊരു എൻ്റെ പ്രൊഫഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നിലവിൽ ഞാൻ ഫിറ്റ്നസ് ട്രെയിനറാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫിറ്റ്നസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ജസ്റ്റ് ഒരു ബോഡി ബിൽഡ് ചെയ്തിട്ട് മസിൽ ഹൈപ്പോട്രോഫി, മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരു രീതിയല്ല എൻ്റേത്. ഞാനൊരു മാർഷൽ ആർട്സ് എപ്പോഴും ട്രെയിൻ ചെയ്യുന്ന ആളാണ്. സോ അതിനൊരു കോൺഫിഡൻസ് ഉണ്ട്, അതിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റ്, ഡ്യൂപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. അത് ആർക്കും ചെയ്യാം. ഇങ്ങനെ ഒരു കോൺഫിഡൻസും ഇങ്ങനെ ഒരു ഫിസിക്കും ഇതിനുള്ളൊരു ധൈര്യവും, പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ഏറെക്കുറെ കുറച്ചൊരു ബുദ്ധിക്കുറവൊക്കെ വേണം തോന്നുന്നുണ്ട് അതിനകത്ത്. ഒരു ഡ്യൂപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിക്കുറവ് വേണ്ടി വരും ഏറെക്കുറെ ആയിട്ട്. കാരണം വെച്ചാൽ നല്ല ബുദ്ധി, നമുക്കിപ്പോൾ ഒരു ബൈക്കിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ ചാടി മതിലൊക്കെ പൊളിക്കുന്ന ടൈമിലൊക്കെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറ്റിക്കോണമെന്നില്ല. എനിക്ക് തോന്നുന്നത് കുറച്ചൊരു ബുദ്ധിക്കുറവ് എനിക്കുണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിലവിൽ ഡ്യൂപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒന്നും കൂടെയൊക്കെ അപകടം നോക്കിയിട്ടൊക്കെ ഒരു ഷോട്ടിലേക്ക് ഞാൻ നിൽക്കാറുണ്ട്. അപ്പൊ ഇതുവരെ ചെയ്തിട്ടുള്ള മൂവിയിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്റ്റണ്ട് ഏതായിരുന്നു? ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള സ്റ്റണ്ട് എന്ന് പറയുന്നത് കണ്ണൂർ സ്ക്വാഡിൽ തന്നെയാണ്. ബാക്കിയുള്ള സിനിമകളിലൊക്കെ ഞാൻ സ്റ്റണ്ടിൻ്റെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ടാണ് റോപ്പ് വലിക്കുക, ഇത്തരം കാര്യങ്ങൾ, പിന്നെ ചെറിയ ചെറിയ ഡ്യൂപ്പ് ഇടുന്ന സീനുകൾ, ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയി തോന്നിയിട്ടുള്ള കണ്ണൂർ സ്ക്വാഡിൽ ഒരു മതിലേക്ക് എറിയുന്നൊരു സീനുണ്ട്. അത് ആ സിനിമയിൽ അതില്ല, അത്ര സീനുകളേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ജസ്റ്റ് ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ വരും വരായികളെ കുറിച്ച് വല്ലാണ്ട് ചിന്ത മനസ്സിൽ വരാത്ത ഒരാൾ ഇങ്ങനെ അതിനകത്ത് എപ്പോഴും ഒരു ഓവർ കോൺഫിഡൻസ്
എപ്പോഴും ഒരു ബുദ്ധിക്കുറവിൻ്റെ ഭാഗം തന്നെ ഞാൻ കാണുന്നത്. ആ ഓവർ കോൺഫിഡൻസും അതിലുണ്ട്, ഈ ഒരു ഡ്യൂ പാർട്ട്നേഴ്സിനുള്ളിൽ. ഓവറിനെ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ നോക്കി കണ്ടൊക്കെ സെലക്ട് ചെയ്യുക. ഞാൻ ആദ്യം സെലക്ട് ചെയ്ത ഡ്യൂപ്പ് വർക്കുകളൊക്കെ ഞാൻ കുറേ ഹാർഡായിരുന്നു. പിന്നെ ഒരു ഫാമിലി മാനൊക്കെ ആയതിനു ശേഷം സെലക്ഷനൊക്കെ വരുന്ന കോളുകളെല്ലാം ഒന്നും ഏറ്റെടുക്കുകയൊന്നുമില്ല. ഇങ്ങനെയാണ്. മുഖത്തിലുള്ള എക്സ്പ്രഷൻ ഒന്നും ആവശ്യമില്ല, ക്യാമറ ബാക്കിലാണ് നിൽക്കുന്നത്. നമുക്ക് എന്തും ചെയ്യാം. നമുക്ക് ഒന്ന് ഒരു ചെറിയൊരു അപകടം പറ്റിയാലും വല്ലാണ്ടത് ഏൽക്കാണ്ടിരിക്കാനുള്ള ഹെൽത്ത് നമുക്കൊരു ജമ്പ് ചെയ്യാനൊക്കെ അറിയണം. അതിന് ട്രെയിനിങ് ഉണ്ട് കേട്ടോ. ഒരിക്കലും ഒരു ഡ്യൂപ്പ് ആർട്ടിസ്റ്റ് ഓടി കയറി ചെന്നിട്ട് ചാടി മറിയുന്നൊന്നുമല്ല. അസോസിയേഷൻ വഴി നമുക്ക് നല്ല ട്രെയിനിങ് ഉണ്ട്. പിന്നെ ആൾറെഡി അസോസിയേഷൻ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളൊക്കെ വെൽ ട്രെയിൻഡ് പേഴ്സൺ ആണ്. അതിന് മുന്നേ തന്നെ റിങ്ങിൽ നിന്നും ഫൈറ്റ് റിങ്ങിൽ നിന്നും മറ്റും അടി കൊണ്ടിട്ട്, നമുക്കൊരാൾക്ക് ഒരു അടി കൊടുക്കാൻ പറ്റിച്ച ആരോഗ്യമൊന്നും വേണ്ട, ഈ അടി കൊള്ളാൻ നല്ല ആരോഗ്യം വേണം. അടി കൊള്ളുകയല്ലേ, അടി കൊള്ളണം എന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യം വേണം. തള്ളിയിടാൻ ആരോഗ്യത്തിന് ആവശ്യമൊന്നുമില്ല, വീകാൻ നല്ല ആരോഗ്യം വേണം. അത് റിയൽ ആയിട്ട് വീക തന്നെ വേണം. ഡ്യൂപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നത് ഏറെക്കുറെ വീഴ്ചകളൊക്കെ റിയലാണ്, താഴെ ബെഡൊക്കെ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ഫിറ്റ് ആൻഡ് മെറ്റ് കാലിക്കറ്റ് അക്കാദമിയിൽ ജോയിൻ ചെയ്യണമെന്നാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.